ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ അടുത്ത ചാപ്റ്ററിൽ കടക്കുവാണ്. ഏതാണ് ചാപ്റ്ററിന്റെ പേര്? സെൽ, ദ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലേ? എന്തൊക്കെ അറിയാം നിങ്ങൾക്ക് സെൽസിനെ പറ്റിയിട്ട്? നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും അല്ലെ, സെൽസ് അഥവാ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ സെൽസ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ ഫണ്ടമെന്റലി സ്ട്രക്ചറലി ഫങ്ഷണലി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഒരു കൂട്ടമാണ് ഇത് സെൽസ്. അത് മാറിയിട്ടാണ് എന്താവുന്നത്? ടിഷ്യൂസുകൾ ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പോ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് സെല്ല് റിലേറ്റഡ് ആയിട്ട് കുറെ സ്റ്റഡീസ് നടത്തിയ കുറെ മഹത് വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ ഓരോ സെൽ തിയറീസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സെൽ തിയറി, അതുപോലെ തന്നെ നമ്മൾ പ്രോകരിയോട്ടും പ്രോകരിയോട്സിനെ അതുപോലെ തന്നെ യൂക്കരിയോട്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, അപ്പോ സെല്ലിനെ പറ്റിയിട്ട് ആദ്യം സ്റ്റഡി നടത്തിയിട്ടുള്ള രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നേ. അതില് ഒരാളെന്ന് പറയുന്നത് ഹീസ് എ ബൊട്ടോണിസ്റ്റ്, അല്ലെങ്കിൽ പ്ലാന്റ്സുകളെ പറ്റി സ്റ്റഡി നടത്തിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആനിമൽ സെൽസിനെ പറ്റി സ്റ്റഡി നടത്തിയ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് മുന്നേ വേറെ ഒരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ആര്? ആൻഡൺ ലുവാൻ ചെക്കോവ്, അല്ലെങ്കിൽ ആൻഡൺ വോൺ ലിവാൻ ചെക്കോവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തത് എന്താന്ന് പറഞ്ഞാല്, അദ്ദേഹമാണ് ആദ്യമായിട്ട് സെൽസുകൾ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ജീവനുള്ള സെൽസുകളെ സോ ചെയ്തത് അദ്ദേഹമായിരുന്നു. സെല്ല് ഫസ്റ്റ് ടൈം സോ ചെയ്തത് ആൻഡോൺ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അപ്പോ സെൽസ് എന്ന് പറഞ്ഞ എന്താ? ഇറ്റ്സ് ദ ഫണ്ടമെന്റൽ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് എന്ത്? സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സെൽ എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ, കോശം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ എന്തുള്ളൂ? ലൈഫ് ഉള്ളൂ. ഓക്കെ, അപ്പോ സെൽസ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുഞ്ഞാളല്ലേ, ഒരു കോശമാണ് എന്ത്? സെൽ എന്ന് പറയുന്നത്. അപ്പോ ഈ സെൽസിനെ പറ്റിയിട്ട് കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ സംതിങ് 1838 അതന്നെ 1838 ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ആര്? മത്തിയാസ് ക്ലീഡൻ എന്ന് പറയുന്നത്. ഈ പേരൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. മത്തിയാസ് ക്ലീഡൻ. ഇദ്ദേഹം ഒരു ബൊട്ടോണിസ്റ്റ് ആയിരുന്നു. ബൊട്ടോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സുകളെ പറ്റി സ്റ്റഡി നടത്തുന്ന ആളാണ് ആര്? ബൊട്ടോണിസ്റ്റുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്, ബൊട്ടാനിസ്റ്റ് അഥവാ ബൊട്ടോണിസ്റ്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹം കണ്ടത് പ്ലാന്റ് സെല്ലുകൾ നോക്കിയപ്പോ അവിടെ എന്ത് കണ്ടു? അദ്ദേഹം സെൽസുകൾ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എല്ലാ ഓർഗാനിസംസും സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നേന്ന് പറഞ്ഞു. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോ നെക്സ്റ്റ് ഇയർ ആയപ്പോ 1839 വേറൊരു സാറ് വന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞതുപോലെ ഞാനും എന്ത് കണ്ടു? സെൽസുകളെ കണ്ടു. പക്ഷെ അദ്ദേഹം കണ്ടത് പ്ലാന്റ് സെൽസുകളിലല്ല. ഹീസ് എ സുവോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു സുവോളജിസ്റ്റ് ആയിരുന്നു, ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഷുവാൻ അല്ലെങ്കിൽ ഷോൺ. ഓക്കെ, ത്രയോൾഡ് ഷുവാൻ ആണ്. അദ്ദേഹം ഒരു സുവോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം എന്താ കണ്ടെന്നറിയോ? അദ്ദേഹം കണ്ടത് ആനിമൽസിന്റെ ടിഷ്യൂസിൽ അദ്ദേഹവും എന്ത് കണ്ടു? സെൽസുകൾ കണ്ടു. അപ്പോ ഇവര് രണ്ടുപേരും കൂടി പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്തതാണ് സെൽ തിയറി എന്ന് പറയുന്നത്. സെൽ അല്ലെ? നമുക്ക് അടുത്ത പേജ് എടുക്കാം അല്ലെ. ഓക്കെ, അപ്പോ അടുത്ത വർഷം പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ക്ലബ് ചെയ്തിട്ടാണ് എന്ത് പ്രപ്പോസ് ചെയ്തത്? സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. നമ്മുടെ സ്ക്ലീഡനും ഷ്വാനും കൂടി ചേർന്നിട്ടാണ് എന്ത് നടത്തിയത്? സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. അവരുടെ സെൽ തിയറി എങ്ങനെയായിരുന്നു? ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബോഡീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസ്, അല്ലെങ്കിൽ സെൽസുകളുടെ പ്രൊഡക്ട്സ് ചേർന്നിട്ടാണ് എന്തുണ്ടായത്? ഒരു സെൽ ഉണ്ടായത്. അപ്പൊ അവര് പറഞ്ഞു, bodies of plants and animals composed of cells and its products. സെൽസുകളും
സെൽസ് ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ട്സുകളും ചേർന്നിട്ടാണ് എന്തുണ്ടായത്, അല്ലെ കോമ്പണൻസുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടായത്, ബോത്ത് ആനിമൽ ആൻഡ് പ്ലാന്റ് സെൽസുകൾ ഉണ്ടായത്. ആനിമൽസ് ആൻഡ് പ്ലാന്റ് സെൽസുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നതെന്ന് അവര് രണ്ടുപേരും കൂടെ പ്രപ്പോസ് ചെയ്തു. ഓക്കെ, അപ്പോ അങ്ങനെ ഇരിക്കെ ഇവർ രണ്ടുപേരും ഇങ്ങനെ നല്ല ഹൈപ്പിൽ വെച്ചേക്കുവാണ്, രാജ്യം മൊത്തം, അല്ലെങ്കിൽ രാജ്യമല്ല ലോകം മൊത്തം നല്ല ഹൈപ്പിൽ വെച്ചേക്കുവാ. അപ്പൊ ദാണ്ട വേറൊരു സാറ് വന്നു ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി നാൾ കഴിഞ്ഞപ്പോ വേറൊരു സാറ് 1855 റുഡോൾഫ് വിർച്ചോ എന്ന് പറയുന്ന സാറ്, റുഡോൾഫ് വിർച്ചോ എന്ന് പറയുന്ന ഒരു സാറ് വന്നിട്ട് പറഞ്ഞു, സോറി മക്കളെ, നിങ്ങൾ പറഞ്ഞതിൽ കുറച്ചൊക്കെ മാറ്റമുണ്ട്, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആര് വന്നു, നമ്മുടെ റുഡോൾഫ് വിർച്ചോ വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയല്ല സെൽസ് ആക്ച്വലി ഏതോ ഒരു ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന സെൽസുകള് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നേ, സെൽസുകൾ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്രീ എക്സിസ്റ്റിംഗ് സെൽസുകളിൽ നിന്നാണ് സെൽസ് ഡിവൈഡ് ചെയ്ത് സെൽസ് ഉണ്ടാവണേന്ന്. ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു വസ്തുവിൽ നിന്നാണ് സെൽസുകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉണ്ടാവുന്നതെന്ന് ആര് പറഞ്ഞു, റുഡോൾഫ് വിർച്ചോ 1855 പറഞ്ഞു. അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം ഒമിനിസ് സെല്ലുല ഈ സെല്ലുല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒമിനിസ് സെല്ലുല ഈ സെല്ലുല. ഓക്കെ, അതായത് ഓൾറെഡി ഉള്ള സെല്ലിൽ നിന്നുമാണ്, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസുകളിൽ നിന്നാണ് സെല്ല് ഡെവലപ്പ് ചെയ്തതെന്ന് അദ്ദേഹവും പറഞ്ഞു. സെൽസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് പുതിയ സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സെൽ തിയറി റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ ചോദിക്കുമ്പോൾ സെൽ തിയറി പറയേണ്ട ആരുടെയാ, ഇവരുടെ സെൽ തിയറിയാ, നമ്മുടെ ഷ്വാനിന്റെയും സ്ക്ലീഡന്റെയും സെൽ തിയറിയാണ് നിങ്ങൾ പറയേണ്ടത്. എന്താ പറയേണ്ടത്, ദ ബോഡീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ എന്താണ്, കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽ. പിന്നീട് റുഡോൾഫ് വിർച്ചോ പറഞ്ഞതാണ് എന്ത്, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, ലൈഫ് ഉണ്ടാവുന്നതെന്ന് ഇദ്ദേഹവും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ നമ്മുടെ സെൽ തിയറി എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് കടക്കാൻ പോകുന്നത് ഒരു സെല്ലിനെ പറ്റിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളാണ്. ദി ഓവർവ്യൂ ഓഫ് സെൽ. സെല്ലിന്റെ ഓവർവ്യൂവിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മൊത്തത്തിൽ നമ്മളൊന്ന് ഓടിച്ചു നോക്കുവാണ് എന്താണ് സെല്ലിൽ ഉള്ളത്. ഓവർവ്യൂ ഓഫ് സെൽ. ഓക്കെ, ഈ സെല്ലിന്റെ ഓവർവ്യൂ നോക്കുവാണെങ്കിൽ ആദ്യമേ നമുക്ക് പ്ലാന്റ്സും ആനിമൽസും ആണല്ലോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് രണ്ട് ടൈപ്പ് ഉള്ളത്. അപ്പൊ അതിൽ ആദ്യത്തേത് പ്ലാന്റ്സിന്റെ കേസിൽ നമ്മളൊരു ഒണിയൻ പീൽ എടുത്തു. പിന്നെ എന്താ, ഹ്യൂമൻസിന്റെ കേസിൽ ഹ്യൂമൻ ചീക്ക് എടുത്തു. ഹ്യൂമൻ ചീക്ക് എന്താണ്, നമ്മുടെ ഇവിടത്തെ എപ്പിത്തീലിയൽ സെൽ, നമ്മുടെ കവിളിന്റെ ഉള്ളിലുള്ള ആ എപ്പിത്തീലിയൽ സെൽസ് ഇല്ലേ, അത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ടാൾക്കാരെ നമ്മൾ എടുത്തു. ഇത് പ്ലാന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ, ഇത് ആനിമലിനെ റെപ്രസെന്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഒണിയന്റെ പീൽ എടുത്ത് നോക്കിയപ്പോ മനസ്സിലായി അവിടെ ഒരു സെൽ വോൾ ഉണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ ഒണിയനിൽ എന്തുണ്ട്, ഒരു സെൽ വോൾ ഉണ്ടെന്ന് കണ്ടു. പക്ഷേ നമ്മുടെ ഹ്യൂമൻ ചീക്കിന്റെ കേസിൽ അത് നമ്മൾ കണ്ടില്ല. ദർ ഈസ് നോ സെൽ വോൾ. ആർക്കില്ല, നമുക്ക് ഹ്യൂമൻസിന്റെ കേസിലാണെങ്കിൽ ആനിമൽസിന്റെ കേസിലാണെങ്കിൽ എന്തില്ല, സെൽ വോൾ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ല. പിന്നെ നോക്കിയപ്പോൾ അവിടെ ഒരു സെൽ മെമ്പറൈൻ കണ്ടു. ഇത് രണ്ട് കൂട്ടർക്കും ഉണ്ട്, നമുക്കും ഉണ്ട് അവർക്കും ഉണ്ട്. ഒരു ആവരണം അവിടെ കണ്ടു. സെൽ മെമ്പറൈൻ ആരിൽ കണ്ടു, രണ്ടാൾക്കാരിലും കണ്ടു. ഒണിയൻ പീലിലും കണ്ടു, ഹ്യൂമൻ ചീക്കിലും കണ്ടു. പിന്നെ കുറെ ഇങ്ങനെ ഒരു കട്ട കൂടി കിടക്കുന്ന ഒരാളുണ്ട്. അയാളാണ് ആര്, ന്യൂക്ലിയസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ന്യൂക്ലിയസ്. ഓക്കെ, ഇതേ കട്ട കൂടി കിടക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയ DNA ഇങ്ങനെ ഒരു ക്രൊമാറ്റിൻ ഫൈബേഴ്സിന്റെ ഒരു കൂട്ടമായി ഡെൻസിലി കിടക്കുന്ന ഒരാളാണ് ആര്, ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അത് ബോത്ത് നമ്മുടെ ഒണിയന്റെ കേസിലും ഹ്യൂമൻ ചീക്കിന്റെ, അതായത് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും ആരുണ്ട്, ന്യൂക്ലിയസിനെ കാണാം. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വരുന്ന ജനറ്റിക് മെറ്റീരിയലും ആർക്കുണ്ട്, ബോത്ത് രണ്ടാൾക്കാർക്കും ഉണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ആരുണ്ട്, ഒരു DNA ജനറ്റിക് മെറ്റീരിയൽ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ ഈ DNAസിനെ ജനറ്റിക് മെറ്റീരിയലിനെ ബൗണ്ട് ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്കുണ്ട്. ഓക്കെ, ദർ ഈസ് എ DNA അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ ബൗണ്ട് ആർക്കുണ്ട്, മെംബ്രെയിൻ ബൗണ്ട് നമ്മുടെ കേസിലുണ്ട്. നമുക്ക് നല്ല വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു DNA ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ ഒരാളുണ്ട്. ആ ബൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്,
ന്യൂക്ലിയർ മെമ്പറൈൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ഈ ന്യൂക്ലിയർ മെമ്പറൈൻ ആർക്കില്ല? നമ്മുടെ ഒണിയൻ പീൽ അഥവാ പ്ലാന്റ് സെൽസുകൾക്ക് ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? ന്യൂക്ലിയർ മെമ്പറൈൻ ആർക്കുണ്ടാവില്ല? ന്യൂക്ലിയർ മെമ്പറൈൻ ആർക്കുണ്ടാവില്ല? നമ്മുടെ പ്ലാന്റ് സെൽസുകളിൽ ന്യൂക്ലിയർ മെമ്പറൈൻ വിൽ ബി ദർ വിൽ ബി നോ ന്യൂക്ലിയർ മെമ്പറൈൻ. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ പ്ലാന്റ് സെൽസുകള് പ്രോക്കരിയോട്ടിക്സ് ആയിട്ടുള്ളവരായിരിക്കും. ആനിമൽ സെൽസ് വിൽ ബി യൂക്കരിയോട്സുകളായിരിക്കും. ഓക്കെ, അപ്പോ ഇവരെ രണ്ടുപേരെ ഈ രണ്ടാൾക്കാരെ നമ്മളൊരു വാട്ടറി ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ലൈക്ക് ആയിട്ടുള്ള ഒരാളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വെച്ചിരിക്കുന്നത്. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണത് സൈറ്റോപ്ലാസം. ഒരു സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ഇവരുടെ രണ്ടു പേർക്കും ഉണ്ടാവും. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ടാവും? ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു മാട്രിക്സ് ഉണ്ടാവും. സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ടാവും. ഈ മാട്രിക്സിന്റെ പ്രത്യേകത അല്ലെങ്കിൽ നമ്മുടെ ഈ സൈറ്റോപ്ലാസത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സെൽസിന്റെ വോളിയം വലിപ്പം കൂട്ടുക, അതുപോലെ തന്നെ ലിവിങ് ആക്കാൻ സഹായിക്കുക. എപ്പോഴും നമ്മുടെ സെൽസുകൾക്ക് ഒരു ലിവിങ് കണ്ടീഷൻ കൊടുക്കുന്നു. അവരുടെ സെല്ലിന്റെ വോളിയത്തിനെ ഇൻക്രീസ് ചെയ്യുന്നു, സെൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ആക്ടിവിറ്റീനെ എന്ത് ചെയ്യാം? സെല്ലുലാർ ആക്ടിവിറ്റീനെ എൻഹാൻസ് ചെയ്യുക. ആക്ടിവിറ്റീനെ എൻഹാൻസ് ചെയ്യുക എന്നത് ഇത്രയും ഫങ്ഷൻസുകളാണ് ആർക്കുള്ളത്? നമ്മുടെ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എങ്ങനെയാണ് ഇരിക്കുന്നത്? ദേ ആർ എ സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ആണ്. അവരൊരു സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ആണ്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ വിൽ ഹെൽപ്സ് ദി സെൽസ് ടു എന്താണ് മെയിൻറ്റെയിൻ ഒരു ലിവിങ് ആയിട്ടുള്ള കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ സെൽ വോളിന്റെ സെല്ലിന്റെ വോളിയം കൂട്ടുന്നു ആൻഡ് സെല്ലുലാർ ആക്ടിവിറ്റിനെ സഹായിക്കുന്നു. ഓക്കെ, ഇനി പ്ലാന്റ്സുകളുടെ കേസിൽ നമുക്ക് പറയാനാണെങ്കിൽ ഇത്രയും കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ഹ്യൂമൻസ് അല്ലെങ്കിൽ ആനിമൽ സെൽസിൽ ഇത്രയും കൂടെ കാര്യങ്ങളുണ്ട്. അതാണ് എന്ത്? ഇവർക്ക് എന്തുണ്ട്? ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്. അതായത് നമുക്ക് സെൽ ഓർഗനൽസുകൾ ഉണ്ട്. ഈ സെൽ ഓർഗനൽസുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവർ ഓരോരുത്തരും ഓരോ ഫങ്ഷൻസുകൾ ക്യാരി ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോ അതിൽ ആരൊക്കെയുണ്ട്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഓക്കെ, റെക്ടിക്കുലം. പിന്നെ ആരുണ്ട്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ട്. പിന്നെ ഗോൾഗി ബോഡീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരൊക്കെ നിങ്ങൾക്ക് അറിയാം. ഗോൾഗി ബോഡീസ് അഥവാ ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി ബോഡീസ്, BBB. ഓക്കെ, ഗോൾഗി ബോഡീസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ്? ഗോൾഗി ബോഡീസ് ഉണ്ട്. പിന്നെ മൈറ്റോകോൺട്രിയ അല്ലേ? മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ദ പവർ ഹൗസ് ഓഫ് സെൽ. സെല്ലിന് എത്രത്തോളം എനർജി കൊടുക്കുന്ന ആളാണ് ആര്? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. പിന്നെ ആരാ ഉണ്ടാവുക? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അഥവാ ER ഉണ്ട്. പിന്നെ ആരോ ഓക്കെ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ട്, ഗോൾഗി ബോഡീസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ ലൈസോസോമുകൾ കാണാൻ പറ്റും. ലൈസോസോം ഇവരെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ. ഞാൻ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് വേർഡ്സ് മാത്രമേ പറയുന്നുള്ളൂ, ടേംസുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത ആളാരാണ്? ലൈസോസോം. ഓക്കെ, ലൈസോസൈം അല്ല, ലൈസോസോം. ഓക്കെ, പിന്നെയുണ്ട് കുറെ മൈക്രോബോഡീസുകളുണ്ട്. മൈക്രോബോഡീസ് അതായത് മറ്റു കുറെ എന്താണ് ബോഡി ഇൻക്ലൂഷൻസ് ലൈക്ക് കുറെ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഇനിയുണ്ട്. പിന്നെ ആരുണ്ട്? മൈക്രോബോഡീസ് ഉണ്ട്. പിന്നെ നമ്മുടെ വാക്യൂൾസുകൾ ഉണ്ട്. വേസ്റ്റ് പാർട്ടിക്കിൾസ് എന്താണ്? വാക്യൂൾസ്. ഓക്കെ, വേസ്റ്റ് പാർട്ടിക്കിൾസ് അവിടെ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ മറ്റ് ആവശ്യമില്ലാത്ത ആൾക്കാരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാണ്? വാക്യൂൾസുകളിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആനിമൽ സെൽസിൽ വരുന്ന സെൽ ഓർഗനൽസുകൾ എന്ന് വിളിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വേറൊരാളാണ്. ഹീസ് ലിറ്റിൽ ബിറ്റ് മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. അയാളാണ് ആര്? റൈബോസോം. റൈബോസോം. ഓക്കെ, അപ്പൊ ഇത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു ആനിമൽ സെൽ ഓർഗനൽസുകൾ ഉണ്ടാവുന്നത്. ആരൊക്കെയുണ്ട്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾഗി ബോഡീസ്, മൈറ്റോകോൺട്രിയ, ലൈസോസോം, മൈക്രോബോഡീസ് ആൻഡ് പിന്നെ ആരൊക്കെയുള്ളത്? വാക്യൂൾസ് ഉണ്ട്, റൈബോസും ഉണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ സെൽസുകൾക്ക് പലതരത്തിലുള്ള സൈസ് ഡിഫറൻസിയേഷൻസ് ഉണ്ട്. പല സെൽസുകളും പല സൈസിലാണ് കാണപ്പെടുന്നത്.
ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഓരോ സെൽസുകൾക്കും അവരുടെ സ്ട്രക്ചേഴ്സുകൾ മാറും തോറും തന്നെ അവരുടെ ഫങ്ഷൻസുകളിലും വ്യത്യാസം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കുവാണെങ്കിൽ ആദ്യത്തെ ആളാണ് ആര്? RBC അഥവാ റെഡ് ബ്ലഡ് സെൽസ്. റെഡ് ബ്ലഡ് സെൽസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ദേ ആർ റൗണ്ട് ആൻഡ് എങ്ങനെയാണ്? സ്പെറിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. റൗണ്ട് ആൻഡ് ബൈകോൺകേവ് എന്ന് വെച്ചാൽ എന്താ നോക്കിക്കേ, ഇങ്ങോട്ടേക്കും എന്താണ് ഒരു കോൺകേവ് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാം അല്ലെ. അപ്പോ ദേ ആർ ബൈകോൺകേവ് ആണ് ആൻഡ് ഓൾസോ ദേ ആർ റൗണ്ട് ഇൻ സ്ട്രക്ചർ ആണ്. അപ്പോ ദേ ആർ റെഡ് പോയി വെള്ളം വരൂ. ഓക്കെ, റൗണ്ട് ആൻഡ് ബൈകോൺകേവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ആർക്കുള്ളത്? ബൈകോൺകേവ്. ബൈകോൺകേവ് സ്ട്രക്ചേഴ്സ് ആണ് ആർക്കുള്ളത്? RBCക്കുള്ളത്. പിന്നെ അടുത്ത ആളാണ് ആര്? നമ്മുടെ WBC. WBC നോക്കിക്കേ, WBC എന്ന് പറയുമ്പോൾ എന്താ, പല ആൾക്കാരുണ്ട് അല്ലെ. നമ്മുടെ ന്യൂട്രോഫിൽ ഉണ്ട്, പിന്നെ എന്താണ് ഈസിനോഫിൽ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരുടെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ദേ ആർ അമീബോയിഡ്. ഓക്കെ, എങ്ങനെയാണ്? അതായത് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ലാത്ത ഒരു ഷേപ്പ്ലെസ് ഇറഗുലർ എന്താണ്, പലരും പല WBCകൾക്ക് പല ഷേപ്പ് അല്ലേ. ന്യൂട്രോഫിലിനായാലും ഈസിനോഫിലിനായാലും മോണോസൈറ്റുകൾക്കാണെങ്കിൽ എന്താ, പലരുടെയും ഉള്ളിലുള്ള ഫോർമേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താണ് സ്ട്രക്ചേഴ്സ് വ്യത്യാസം ഉണ്ട് അല്ലെ. ദേ ആർ അമീബോയിഡ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു സെല്ല് അവരേതാണ്? നമ്മുടെ കോളമിനാർ സെൽസ്. അവര് കോളമിനാർ എപ്പിത്തീലിയൽ സെൽസ് എങ്ങനെയാണ്? ദേ ആർ ലോങ് ആൻഡ് ഇച്ചിരി കൂടി വലുതാവൂ, അല്ലെ ഞാൻ ഒന്ന് വലുതാക്കിക്കോട്ടെ. ഓക്കെ, ഇതോ നോക്കിക്കേ, നമ്മുടെ എപ്പിത്തീലിയൽ സെൽസ് എങ്ങനെ ഇരിക്കുന്ന? നല്ല ഇങ്ങനെ നീളത്തിലിരിക്കും അല്ലെ. കോളമിനാർ എപ്പിത്തീലിയൽ സെൽസുകൾ നല്ല ലോങ് ആൻഡ് എങ്ങനെയാണ്? ലോങ് ആൻഡ് നാരോ ആയിട്ട് വളരെ നേർത്തിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഇവരുടെ ഉള്ളില് ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, അപ്പൊ ഇവരുടെ സെൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ലോങ്ങും അതുപോലെ തന്നെ നാരോ ആയിട്ടുള്ള സെൽസ് ആണ് ആർക്കുള്ളത്? നമ്മുടെ എപ്പിത്തീലിയൽ സെൽസ്. കോളമിനാർ എപ്പിത്തീലിയൽ സെൽസിന് എങ്ങനെയാണ്? ലോങ് ആൻഡ് നാരോ ആയിട്ടുള്ള സ്ട്രക്ചറും ഷേപ്പും ആണ് ആർക്കുള്ളത്? ഇവർക്കുള്ളത്. ഇനി വേറെയും ഉണ്ട് നമ്മുടെ നെർവ് സെൽസ്. ചേട്ടൻ, നമ്മുടെ നെർവ് സെൽസ് ഇല്ലേ, ന്യൂറോൺ എങ്ങനെയാടാ ഇരിക്കുന്നത്? ആദ്യം ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ എന്താണ്, ഇവരിങ്ങനെ സൂര്യനെ പോലെ ഇങ്ങനെ ഇരിക്കും അല്ലെ. പിന്നെന്താ, ആക്സോൺ, ഡെൻഡ്രൈറ്റ്സ്, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ ഇവരെങ്ങനെയാ? ഇവരുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവരാണ് ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സെല്ലാണ് കേട്ടോ. ഇവരെന്ന് പറയുന്നത് ന്യൂറോൺ ആണ് നമ്മുടെ ശരീരത്തില് ഏറ്റവും കൂടുതൽ കാണുന്ന ആള്. ഇവരെന്ന് പറഞ്ഞാൽ ബ്രാഞ്ച്ഡും ലോങ്ങും ആയിരിക്കും. ദേ ആർ ബ്രാഞ്ച്ഡ് ആൻഡ് ലോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? നമ്മുടെ ന്യൂറോൺ സെൽസ് അല്ലെങ്കിൽ നെർവ് സെൽസുകൾ എന്ന് പറയുന്നത്. നെർവ് സെൽസ് ആർ നെർവ് സെൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നെർവ് സെൽസ് എന്ന് പറഞ്ഞാൽ ലോങ് ബ്രാഞ്ച്ഡ് ആൻഡ് ലോങ് ആയിട്ടുള്ള സെൽസുകളാണ് ആര്? നെർവ് സെൽസുകൾ എന്ന് പറയുന്നത്. ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ആരുണ്ട്? ആക്സോൺ ഉണ്ട്, പിന്നെ ഡെൻഡ്രോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. അങ്ങനെ ഓരോ ആൾക്കാർ ചേർന്ന വലിയ ബോഡി ഫുൾ ഓഫ് എന്താ നമ്മുടെ നെർവ് സെൽസ്. അപ്പൊ ഏറ്റവും വലിയ നല്ല കുറേയുള്ള സെൽസുകളാണ് ആര്? നമ്മുടെ നെർവ് സെൽസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ആളെ നോക്കിക്കേ, ട്രക്കിഡ്സ് എങ്ങനെയാണ്? ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള. ഇതിപ്പോ ഒരു ട്രക്കിഡ് മാത്രമാണ്. ആ ട്രക്കിഡ് എങ്ങനെയാണ്? ഇലോങ്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ കാണും അല്ലെ. ഓക്കെ, ഇവരുടെ സെൽസിന്റെ പ്രത്യേകത എന്താ? ദേ ആർ ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ റൗണ്ട് ഷേപ്പ് കണ്ടു, നീളത്തിലുള്ളവരെ കണ്ടു, നീളത്തിൽ തന്നെ വണ്ണം കുറഞ്ഞ എപ്പിത്തീലിയൽ സെൽസുകളെ കണ്ടു, നെർവ് സെൽസിനെ കണ്ടു, അവര് ബ്രാഞ്ച്ഡ് ആണ് അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള സെൽസുകളും കണ്ടു. ആൻഡ് ഒരാളും കൂടി ഉണ്ട്, അത് നമ്മുടെ ലീഫിലുള്ള ആളാണ് ആര്? നമ്മുടെ മീസോഫിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഇല്ല. ദേ ആർ ഇറഗുലർ ആണ്. അല്ലെങ്കിൽ ഇവർ ഇറഗുലർ അല്ല, എന്താണ്, സ്പിറിക്കൽ ആൻഡ് ഓവൽ ഷേപ്പിൽ കാണപ്പെടുന്ന ആൾക്കാരാണേ. റെഗുലർ വേറൊരാളുണ്ടേ, പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ മീസോഫിൽ എന്താണ് ഈ കുത്ത് അർത്ഥമാക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റുകളാണല്ലേ, ക്ലോറോഫിൽ ആണ്. അവരാണ് ഇവർക്ക് എന്ത് കൊടുക്കുന്നത്? ആ ഗ്രീൻ കളർ കൊടുക്കുന്നത്. ഇവരെവിടെയാ കാണുന്നത്? നമ്മുടെ ലീഫിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനാട്ടമിയിൽ നമ്മൾ മീസോഫിലിനെ പറ്റി പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ റൗണ്ട് ആൻഡ് ഓവൽ ഷേപ്പിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. റൗണ്ട് ആൻഡ്
ഓവൽ ഷേപ്പിൽ കാണുന്ന ആൾക്കാരാണ്. ആൻഡ് ദേ ആർ നോൺ ആസ് ഏതാ? മീസോഫിൽ. ഓക്കെ, മീസോഫിൽ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും ടൈപ്പ് സെൽസുകളാണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. ഓക്കെ, ഇനി നോക്കിക്കേ, നിങ്ങൾക്ക് എന്താണ് പല ടൈപ്പ് ഷേപ്പ് സൈസിലുള്ള പല സെൽസുകളെ കണ്ടു. ഇനി നമുക്ക് സ്മോളസ്റ്റും ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള സെൽസുകളൊക്കെ നമുക്ക് നോക്കിയാലോ. ഈ ലോകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ഓർഗാനിസംസിന്റെ സൈസ് എന്ന് പറയുന്നത് 0.3 മീറ്റർ ലെങ്ത് ആണ് ഏറ്റവും ചെറിയ സെൽ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ബാക്ടീരിയ തന്നെ എന്തോരോടെന്ന് അറിയോ? ബാക്ടീരിയനെ സംബന്ധിച്ച് 3 to 5 μm ലെങ്ത് ആർക്കുണ്ട്? നമ്മുടെ ബാക്ടീരിയക്കുണ്ട്. ബാക്ടീരിയ തന്നെ എന്തോരം പൊടിയാ, 10 മടങ്ങ് താഴത്തോട്ട് അത്രയും പൊടിയായിട്ടുള്ള ഒരാൾക്കാരും നമ്മുടെ ലോകത്തിൽ പ്രസന്റബിൾ ആണ്. പിന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെൽ ഏതാണെന്നറിയോ? നമ്മുടെ ഓസ്ട്രിച്ച് എഗ് ഇല്ലേ, ഓസ്ട്രിച്ച്, നമ്മുടെ ഒട്ടക പക്ഷി എന്ന് പറയും അല്ലെ, ഒട്ടക പക്ഷിയുടെ എഗ് ആണ് ഓസ്ട്രിച്ച്. ഓക്കെ, ഓസ്ട്രിച്ച് എഗിന്റെ ഒരു സിംഗിൾ നമ്മൾ ഒരു സെൽ എടുത്താൽ അതായത് അവരുടെ ഐസോലേറ്റഡ് ഒരു സിംഗിൾ സെൽ എടുത്ത് നോക്കിയാൽ അതായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെല്ല് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ലാർജസ്റ്റ് സെല്ല് ആരുടെയാ കാണുന്നത്? ലാർജസ്റ്റ് സെല്ല് നമുക്ക് കാണാൻ പറ്റുന്നത് ഓസ്ട്രിച്ച് എഗിന്റെ ഐസോലേറ്റ് ചെയ്തെടുത്ത ഒരു സിംഗിൾ സെൽ. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ പറയുന്ന സെൽസുകൾ പല ഷേപ്സുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഡിസ്ക് ഷേപ്പ്, പോളിഗോണല്, കോളമിനാർ, ക്യൂബോയിഡ്, ത്രെഡ് ലൈക്ക്, ഇറഗുലർ. അതിനകത്താണ് ഇറഗുലർ ആയിട്ടുള്ള മറ്റു കുറെ ആൾക്കാരും നമ്മുടെ ഈ ലോകത്തിൽ ഉണ്ട്. ഓക്കെ, മറ്റ് ഷേപ്സുകൾ ഏതൊക്കെയാ? ഡിസ്ക് ഷേപ്പ്, പോളിഗോണൽ, കോളമിനാർ, ക്യൂബോയിഡ്, ത്രെഡ്, ഇറഗുലർ, അങ്ങനെ കുറെ ഷേപ്സുകളുള്ള ബാക്ടീരിയാസുകൾ അല്ലെങ്കിൽ എന്താണ് ഓർഗാനിസംസ്, ഓർഗാനിസംസുകളുടെ ഇത്തരത്തിലുള്ള പല ഷേപ്പ് സെൽസുകളുള്ള ഓർഗാനിസംസുകൾ ആർ ദർ ഇൻ അവർ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തില്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയുമാണ് നമ്മുടെ സെല്ലിനെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പ്രൊക്കറിയോട്ടിക് ചേട്ടനെയും യൂക്കറിയോട്ടിക് ചേട്ടനെയും പഠിക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ പ്രൊക്കറിയോട്ടിക് സെൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരെയാണ് നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യാറ്? നമ്മുടെ ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ടല്ലേ, ആരാണ്? ബാക്ടീരിയ ചേട്ടൻ, ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ ഇസ് എ മൈക്രോ ഓർഗാനിസം. പിന്നെ ആരാണ്? ഒരു പ്രത്യേകതരം പായലുണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗെ. ആരാണ്? ബ്ലൂ ഗ്രീൻ ആൽഗെ. പിന്നെയുള്ള വേറൊരാളാണ് ആര്? മൈക്കോപ്ലാസ്മ. ഏതാണ്? മൈക്കോപ്ലാസ്മ. ഓക്കെ, മൈക്കോപ്ലാസ്മ. അപ്പൊ എത്ര പേര് നമ്മൾ കണ്ടു? ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ ആൻഡ് മൈക്കോപ്ലാസ്മ. ഇനിയുണ്ട് വേറൊരു പുള്ളിക്കാരൻ, അയാളാണ് ആര്? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, PPLO. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഓക്കെ, അപ്പോ നമ്മൾ ആരെയൊക്കെ കണ്ടു? 4 പേരെ കണ്ടല്ലേ. ബാക്ടീരിയ കണ്ടു, ബ്ലൂ ഗ്രീൻ ആൽഗെ കണ്ടു, മൈക്കോപ്ലാസ്മ കണ്ടു, പിന്നെ ഒരാളെയും കൂടി കണ്ടു. അയാളാണ് ആര്? PPLO. PPLOയുടെ ഫുൾ ഫോം എന്താ? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഓക്കെ, അപ്പൊ ഇത്രയും ടൈപ്പ് ആൾക്കാരാണ് പ്രോക്കറിയോട്സിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാർ. ഇനി നോക്കിക്കേ, ഇവര് വളരെ സ്മോൾ ഇൻ സൈസ് ആണ്. Their size is really small. ഇവരുടെ സൈസ് വളരെ സ്മോൾ ആണ്. ആൻഡ് ഓൾസോ ഇവരെ നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഇവർക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ സാധ്യമാകുന്ന ആൾക്കാരാണ്. ഒരു കുഞ്ഞനാണ് അല്ലേ ആര്? ബാക്ടീരിയ എന്ന് പറഞ്ഞത്. ബാക്ടീരിയയുടെ സൈസ് എത്രയാണ്? ബാക്ടീരിയയുടെ സൈസ് എന്ന് പറയുമ്പോഴേക്കും 3 to 5 μm ആണ് ഇവരുടെ സൈസ് വരുന്നത്. അത്രമേൽ ചെറുതാണ്. അത്രമേൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ മൾട്ടിപ്ലൈ. ഒരു ചെറിയ സമയം കൊണ്ട് അവർക്ക് ഒരുപാട് അവരുടെ
ന്യൂ ഇൻഡിവിജ്വൽസുകളെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കേ, ബേസിക് ആയിട്ട് നമ്മുടെ ബാക്ടീരിയാസിന്റെ ഷേപ്പിന്റെ ബേസിൽ 4 ബാക്ടീരിയൽ ഷേപ്സ് ആർ ദർ. ഓക്കെ, 4 ആൾക്കാരുണ്ട്. അതില് ഫസ്റ്റ് വൺ ആണ് ആര്? കോക്കസ്. ഓക്കെ, കോക്കസ് എന്ന് പറഞ്ഞാൽ നല്ല റൗണ്ട് ആൻഡ് സ്പിറിക്കൽ ഷേപ്പിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ആര്? കോക്കസ് ബാക്ടീരിയ. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്താ കൊക്കേ ഷേപ്പ്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കൊക്കോസ് ഷേപ്പ്, അതുപോലെ തന്നെ നീളത്തിരിക്കുന്ന ആൾക്കാര്, കുറെ ആൾക്കാരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, കോക്കസ് ആയിട്ടുള്ള സ്പിറിക്കൽ ഷേപ്പ് ഉണ്ട് അല്ലെ? കോക്കസ് ഉണ്ട്, പിന്നെ കോക്കസ് ഷേപ്പ് ഉണ്ട് ആൻഡ് റോഡ് ഷേപ്പ്. സ്പിരിക്കൽ അല്ലാതെ ഇങ്ങനെ വടി പോലെ ഇരിക്കുന്ന റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്നത് എന്താ? ബാസിലസ്. ഓക്കെ, ബാസിലസ്. കോക്കസ് ഉണ്ട്, ബാസിലസ് ഉണ്ട്, പിന്നെയുള്ള വേറൊരു ഷേപ്പാണ് ഇതിങ്ങനെ കോമ ഷേപ്ഡ് ഇരിക്കും. കോമ ഷേപ്പ്. ഓക്കെ, കോമ ഷേപ്പ്. കോമ ഷേപ്പിൽ കാണുന്ന ബാക്ടീരിയ ആണ് ഏത്? വിബ്രിയോ. നിങ്ങൾ വിബ്രിയോ കോളറ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ വാട്ടർ കോളറ ഡിസീസസ് ഒക്കെ കോസ് ചെയ്യുന്ന വിബ്രിയോ കോളറ എങ്ങനെയാണ്? കോമ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ആള് വിബ്രിയോ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു ഷേപ്പാണ് ഇത്. ഇങ്ങനെ നമ്മുടെ ബാക്ടീരിയ ഇങ്ങനെ അവരുടെ ബോഡിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു സ്പൈറൽ ആയിട്ടുള്ള ഷേപ്പിൽ കാണപ്പെടുന്ന ആളുണ്ട്. സ്പൈറൽ ഷേപ്പിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പൈറുലം. എന്താണ്? സ്പൈറുലം. ഓക്കെ, അപ്പൊ അവരുടെ ഷേപ്സുകൾ ഇങ്ങനെയാണെങ്കിൽ അവരുടെ പേരുകൾ നെയിമിങ് ഇങ്ങനെ ആയിരിക്കും. ഏതൊക്കെയുണ്ട്? കൊക്കോസ് ഉണ്ട്, ബാസിലസ് ഉണ്ട്, വിബ്രിയോ ഉണ്ട്, സ്പൈറുലം ഉണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് 4 ബേസിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് എന്താണ് ബാക്ടീരിയാസുകളാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, നിങ്ങള് ഏറ്റവും ഫെമിലിയർ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് സിമിലർലി കാണപ്പെടുന്ന ഒരു കാര്യമാണ് എന്ത്? പല ടൈപ്പ് ഷേപ്പിലും ഫങ്ഷൻസിലും കാണപ്പെടുന്ന എന്താണ്? സെൽസുകൾ അല്ലെ? അപ്പൊ നോക്കിക്കേ, ഈ പ്രോക്കറിയോട്ടിക് സെൽസിന്റെ ഒരുപാട് സവിശേഷതകൾ. ഇനി നമ്മൾ പ്രോക്കറിയോട്ടിക് സെൽസിലേക്ക് ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാൻ പോവുകയാണ്. അപ്പൊ നോക്കിക്കേ, ആദ്യം നമ്മുടെ പ്ലാന്റ്സുകൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? എന്തായിരുന്നു? ദേ നോക്കിക്കേ, അവരുടെ ഡിഫറൻസിയേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ആദ്യം നമുക്ക് അവരിൽ എന്ത് കാണാൻ പറ്റും? ഒരു സെൽ വോള് കാണാൻ പറ്റും അല്ലെ? വി ക്യാൻ സീ സെൽ വോൾ ദർ. സെൽ മെമ്പറൈൻ കാണാൻ പറ്റും, ന്യൂക്ലിയസ് ഉണ്ട്, ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഉണ്ട്. പക്ഷെ DNA കവർ ചെയ്യുന്ന എന്തില്ല? ഒരു ബൗണ്ടിങ് ന്യൂക്ലിയർ മെമ്പറൈൻ അവിടെ ഇല്ല. പിന്നെ നമ്മൾ എന്ത് കണ്ടായിരുന്നു? ഇവർക്ക് രണ്ടുപേർക്കും ഒരു സൈറ്റോപ്ലാസ്മിക് ഫ്ലൂയിഡ് ഉണ്ട്. അതെന്തൊക്കെ ചെയ്യുന്നുണ്ട്? ലിവിങ് ആണ്, നമ്മുടെ സെല്ലിന്റെ വോളിയം കൂട്ടുന്നു, അതുപോലെ തന്നെ സെല്ലുലാർ ആക്ടിവിറ്റീസിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നോക്കിക്കേ, ഈ പ്രോക്രിയോട്ടിക് സെല്ലിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. അവർക്കൊരു സെൽ വോൾ ഉണ്ട്, സെൽ മെമ്പറൈൻ ഉണ്ട്, പിന്നെ എന്താണ്? നമ്മുടെ ഈ ഫ്ലൂയിഡ് മാട്രിക്സ് ഫില്ലിംഗ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ട്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷെ ആ ന്യൂക്ലിയസിനെ ബൗണ്ട് ചെയ്തുകൊണ്ട് എന്തില്ല? ഒരു ന്യൂക്ലിയർ മെമ്പറൈൻ ഇല്ല. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരുണ്ട്? ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഉണ്ട് അല്ലെ? അപ്പോ ആദ്യമേ നമ്മുടെ പ്രോക്രിയോട്ടിക് സെല്ലിന് ഒരു സെൽ വോൾ ഉണ്ട്. ഓക്കെ, there is a cell wall. ഓക്കെ, എന്തുണ്ട്? അവർക്കൊരു സെൽ വോൾ ഉണ്ട് അല്ലെ? സെൽ വോൾ ഉണ്ട്. ഇനി നോക്കിക്കേ, സെൽ വോൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാണുന്ന ആളാരാണ്? സെൽ മെമ്പറൈൻ ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ചുമ്മാ ഇറക്കാണ്, ഇത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, പിന്നെ അടുത്ത ആളെ നമ്മൾ കണ്ടു, ആരാണ്? സെൽ മെമ്പറൈൻ ഉണ്ട് അല്ലെ? സെൽ മെമ്പറൈൻ ഉണ്ട്. ഓക്കെ, പക്ഷേ നമ്മുടെ പ്രോക്രിയോട്സിന്റെ കേസിൽ മൈക്കോപ്ലാസ്മയെ ഒഴിച്ച് മൈക്കോപ്ലാസ്മക്ക് മാത്രം എന്തില്ല? മൈക്കോപ്ലാസ്മ ഹാവിങ് നോ സെൽ മെമ്പറൈൻ. അവർക്ക് സെൽ മെമ്പറൈൻ ഉണ്ടാവൂല. ഓക്കെ, ദേ ഹാവ് നോ സെൽ മെമ്പറൈൻ. അതുകൊണ്ട് നമുക്ക് തൽക്കാലം നമുക്കൊരു മെമ്പറൈൻ വരച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല കേട്ടോ, ഇത് വേറെ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് വരച്ചു എന്നല്ല കേട്ടോ. ഓക്കെ, അപ്പൊ മൈക്കോപ്ലാസ്മക്ക് എന്താണ്? ദേ ഹാവ് നോ സെൽ മെമ്പറൈൻ. അവർക്ക് സെൽ മെമ്പറൈൻ ഉണ്ടാവൂല. സെൽ വോൾ ഉണ്ട്, പിന്നെ എന്താണ്? സെൽ മെമ്പറൈൻ ഉണ്ട്. ആർക്ക്? നമ്മുടെ പ്രോക്രിയോട്സുകൾക്കുണ്ട്. ഇനി നോക്കിക്കേ, ദേ ഹാവിങ് എ ഫ്ലൂയിഡ് മാട്രിക്സ് ഫില്ലിംഗ് ആയിട്ടുള്ള ആരുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസം ഇങ്ങനെ നമ്മുടെ പ്രോക്രിയോട്ടിക് സെൽസുകൾക്കുണ്ട് സൈറ്റോപ്ലാസം. ഓക്കെ, സൈറ്റോപ്ലാസം ഉണ്ട്. പിന്നെ എന്താണ്? നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും.
ആ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരുണ്ടാവും? ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, നമ്മുടെ DNA ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ന്യൂക്ലിയസ്. പക്ഷെ ഇവരെ ബൗണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടാവില്ല? ഒരു ന്യൂക്ലിയർ മെമ്പറൈൻ. there will be no nuclear membrane. ഓക്കെ, പിന്നെ എന്താണ് ഇവർക്ക്? ഇത്രയും കൂടാതെ ഇവർക്കൊരു എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള ഒരു ആളുണ്ടാവും. എന്താണ്? എക്സ്ട്രാ ക്രോമസോമൽ അല്ലെങ്കിൽ എക്സ്ട്രാ ക്രോമസോമൽ DNA will be there. ഇവർക്കൊരു എക്സ്ട്രാ DNA ഉണ്ടാവും. അതെങ്ങനെയായിരിക്കും? സർക്കുലർ ആയിട്ടുള്ള സിംഗിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആക്കിയെന്നേ ഉള്ളൂ. സിംഗിൾ ആയിട്ടുള്ള ഒരു സർക്കുലർ DNA അവിടെ ഉണ്ടാവും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലാസ്മിഡ്. ഓക്കെ, പ്ലാസ്മിഡ്. അപ്പൊ ഇവർക്കൊരു എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അവരാണ് ആര്? പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ പ്ലാസ്മിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പ്ലാസ്മിഡ് കുറച്ചധികം കാര്യങ്ങൾ, ചെറിയൊരാളാണെങ്കിൽ പോലും ഈ പ്ലാസ്മിഡ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള ഒരാളാണല്ലോ. എക്സ്ട്രാ ഒരു ജനറ്റിക് DNA ആണ്, ഒരു മെറ്റീരിയൽ ആണ്. അപ്പോ നമ്മുടെ ഈ പ്രോക്രിയോട്ടിക് സെൽസുകളുടെ ഫീനോടിപ്പിക് ആയിട്ടുള്ള ഫീനോടിപ്പിക് ക്യാരക്ടേഴ്സിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫീനോടിപ്പിക് ക്യാരക്ടേഴ്സുകളെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? യുണീക്ക് ആയിട്ടുള്ള ഫീനോടിപ്പിക് ക്യാരക്ടേഴ്സ് ഒരുപാട് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ഈ പ്ലാസ്മിഡ് ചെയ്യുന്ന മറ്റൊരു പ്രത്യേകതയാണ് എന്താണ്? ആന്റിബയോട്ടിക്സുകൾക്ക് എതിരെയുള്ള റെസിസ്റ്റൻസ്. അതായത് റെസിസ്റ്റൻസ് ടു ആന്റിബയോട്ടിക്സ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് ആന്റിബയോട്ടിക്സുകളേക്കുള്ള റെസിസ്റ്റൻസ് ടു ആന്റിബയോട്ടിക്സ്. ഓക്കെ ഫൈൻ, ക്ലിയർ ആണല്ലോ. അപ്പോ ഈ ഒരു ആന്റിബയോട്ടിക് എന്താണ്? അതായത് ഈ എക്സ്ട്രാ പ്ലാസ്മിഡ് DNA, എക്സ്ട്രാ ആയിട്ടുള്ള ഇയാളെ നമ്മൾക്ക് എന്താണ് നശിപ്പിച്ചാലേ നമ്മുടെ ബോഡി കയറുന്ന ഇത്തരത്തിലുള്ള ബാക്ടീരിയൽ പ്രോക്യാരിയോട്സുകളെ നമുക്ക് അപ്പൊ ആദ്യം നമുക്ക് ആരെ നശിപ്പിക്കണം? ഇവരെ നശിപ്പിക്കാൻ അത്ര വേഗം പറ്റില്ല. ബിക്കോസ് ഇവരെന്താണ്? റെസിസ്റ്റന്റ് ടു ആന്റിബയോട്ടിക്സുകളാണ്. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ മോണിറ്റർ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ. അതായത് ബാക്ടീരിയയുടെ എന്താണ് റെപ്ലിക്കേഷൻ ഇല്ലേ, അതിന് സഹായിക്കുന്ന ആളാണ് ആര്? ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സഹായിക്കുന്ന ആളാണ് ആര്? നമ്മുടെ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ, പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാല് ഒരു എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള ഒരാളാണ് ഹി ഹാവിങ്, അല്ലെങ്കിൽ ഇതിന് എന്താണ് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീനോട്ടിപ്പിക് ക്യാരക്ടർ ഉണ്ട്. ദേ ആർ റെസിസ്റ്റന്റ് ടു ആന്റിബയോട്ടിക്സ്, ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് റെപ്ലിക്കേഷൻ. ഓക്കെ, ഇത്രയുമാണ് ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, നമ്മുടെ ഈ പ്രോക്യാരിയോട്ടിക് സെല്ലിന്റെ സെൽ മെമ്പറൈൻ ഇല്ലേ, ഇതാണല്ലേ സെൽ മെമ്പറൈൻ. ഈ സെൽ മെമ്പറൈന്റെ ഒരു ഇന്നർ ഫോൾഡിങ് അവിടെ ഉണ്ടാവും. ഇങ്ങനെ അങ്ങനെയല്ല, ഒന്നും കൂടി ഇങ്ങനെ ആക്കി തരാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു ഇന്നർ ഫോൾഡിങ് അവിടെ ഉണ്ടാവും. ഈ ഇന്നർ ഫോൾഡിങ് ആണ് എന്ത് വിളിക്കുന്നത്? നമ്മള് മീസോസോം എന്ന് വിളിക്കുന്നത്. മീസോസോം. ഓക്കെ, നോക്കിക്കേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവരെല്ലാരും ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? ആരൊക്കെയായിരുന്നു? എന്തൊക്കെ ഉണ്ടായിരുന്നു? സെൽ വോള്, സെൽ മെമ്പറൈൻ, ന്യൂക്ലിയസ്, DNA. പക്ഷെ അവിടെ ഒരു ന്യൂക്ലിയർ മെമ്പറൈൻ ഇല്ല. പിന്നെ നമ്മൾ എന്ത് കണ്ടായിരുന്നു? പിന്നെ നമ്മള് സൈറ്റോപ്ലാസം, ഒരു സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട്. അവരവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെല്ല് അവരെ ലിവിങ് ആക്കാൻ സഹായിക്കുന്നു, സെല്ലിന്റെ വോളിയം കൂട്ടുന്നു, സെല്ലുലാർ ആക്ടിവിറ്റീനെ സഹായിക്കുന്നു അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രോക്രിയോട്ടിക്, പിന്നെ നമ്മൾ ഒരു പ്ലാസ്മിഡിനെയും കൂടി കണ്ടല്ലേ, എക്സ്ട്രാ ക്രോമസോമൽ ആളെയും കൂടെ കണ്ടു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ എൻവലപ്പും അതിന്റെ മോഡിഫിക്കേഷൻസും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. സെല്ലിന്റെ ഒരു എൻവലപ്പ് ഉണ്ട്, അല്ലെ? ആ എൻവലപ്പിന് മെയിൻ ആയിട്ട് 3 ലെയേഴ്സുകൾ വരുന്നുണ്ട്. എത്ര ലെയേഴ്സ് ആണ്? there are 3 layers. ഓക്കെ, ഇവരെ നമ്മള് വിളിക്കുന്ന പേരാ, അതായത് ഇവര് 3 പേരെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെൽ എൻവലപ്പ് എന്ന് വിളിക്കുന്നത്. ഇവര് 3 പേരെയും കൂടെ ഇവര് 3 പേരെയും കൂടെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? സെൽ എൻവലപ്പ്. ഓക്കെ, അപ്പോ ഈ സെൽ എൻവലപ്പ് 3 ആൾക്കാർ ചേർന്നിട്ടാണ്. അതില് ആദ്യത്തെ ആളാണ് ആര്? ഒന്നും കൂടെ ഇവിടെ വരയ്ക്കാൻ പറ്റി.
ഓക്കെ, ഈ പുറമേ ഉള്ള ആളില്ലേ, ഇയാളാണ് ആര്? ഇവരുടെയൊക്കെ തലമൂത്തയാൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഗ്ലൈക്കോ കാലിക്സ് എന്നാണ് ഇവരുടെ പേര്, ഗ്ലൈക്കോ കാലിക്സ്. ഓക്കെ, ഈ ഗ്ലൈക്കോ കാലിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്താണ്, ഇവരുടെ സ്ട്രക്ചറലിന്റെ ബേസിൽ നമുക്ക് ഇവരെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഇവര് വളരെ എന്താണ്, വളരെ ടഫ് ആൻഡ് റിജിഡ് ആണെങ്കിൽ, നല്ല കട്ടിയും റിജിഡും ആണെങ്കിൽ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്ലൈക്കോ കാലിക്സ്. ഓക്കെ, ഗ്ലൈക്കോ കാലിക്സ് അവരുടെ സ്ട്രക്ചറിന്റെ ബേസിൽ രണ്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വളരെ ടഫും അതുപോലെ തന്നെ ടഫ് ആൻഡ് എന്താ റിജിഡ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി എന്താ നമ്മൾ അവരെ വിളിക്കുന്നതെന്ന് അറിയോ? നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാപ്സ്യൂൾ എന്ന ക്യാപ്സ്യൂൾ. ഓക്കെ, അതേസമയം ഇവരുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തും സ്ലൈമിയും ആണെങ്കിൽ, സ്ലൈമി സ്ട്രക്ചർ ആണെങ്കിൽ, ഓക്കെ, സ്ലൈമിയും അതുപോലെ തന്നെ വളരെ ലൈക്ക് എന്താ പറയാ, വളരെ സ്മൂത്ത് ആണെങ്കിൽ നമ്മൾ ഇവരെ വിളിക്കുന്ന പേര് സ്ലൈമി ലെയർ എന്നാണ്. ഓക്കെ, സ്ലൈമി ലെയർ ആയിരിക്കും. ഇവര് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എന്താ വേഗം ഇങ്ങനെ ഒരു ഈസിനെസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി നോൺ ആസ് എന്താണ്, സ്ലൈമി ലെയർ എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ നമ്മുടെ ഈ ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചറിന്റെ ബേസിൽ നമുക്ക് അവരെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ക്യാപ്സ്യൂൾ എന്നും അതുപോലെ തന്നെ ആരാണ്, സ്ലൈമി ലെയർ എന്നും വിളിക്കാം അല്ലെ, സ്ലൈമി ലെയർ. ഓക്കെ, അപ്പൊ നമ്മുടെ തലമൂത്ത ചേട്ടൻ ഗ്ലൈക്കോ കാലിക്സിനെ നമ്മൾ കണ്ടു. ഇനി നോക്കിക്കേ, ഈ ഗ്ലൈക്കോ കാലിക്സ് കഴിഞ്ഞ് അടുത്ത ആൾക്കാർ രണ്ടുപേരും, സെൽ വോളും സെൽ മെമ്പറൈനും. ഈ സെൽ വോൾ എന്താ, ഇതാണ് അടുത്ത ആളെ, നടുക്കത്തെ പുത്രൻ. ഓക്കെ, സെൽ വോള്, സോറി, നടുക്കത്തെ പുത്രൻ സെൽ മെമ്പറൈൻ ആണ്. ഇയാളില്ലേ, ഇയാളാണ് സെൽ മെമ്പറൈൻ. ഈ നടുക്കത്തെ ആളില്ലേ, അതായത് ഇവരുടെ നടുക്കത്തെ ആള്, ഇയാളാണ് ഒരു സെൽ വോൾ എന്ന് പറയുന്നത്. ഓക്കെ, സെൽ വോള് അയാളാണ്. അപ്പോ ഈ സെൽ വോൾ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. നമ്മുടെ വീടുകളിൽ നോക്കുവാണെങ്കിൽ ഓക്കെ, ഓക്കെ, പേജ് തീർന്നു പോയടാ. ഓക്കെ ഫൈൻ, ഇതാ നോക്കിക്കേ, നമ്മുടെ സെൽ വോൾ നോക്കുവാണെങ്കിൽ, സെൽ വോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വോൾസ് ഉണ്ട് അല്ലെ. നമ്മുടെ വീട്ടിൽ വോൾ എന്തിനു വേണ്ടിയിട്ടാ? ഒന്നാമത്തെ കാര്യം എന്താ? പ്രൊട്ടക്ഷൻ തരിക. അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ഇവര് ഈ പ്രോകര്യോട്ടിക് സെൽസുകൾക്ക് എന്ത് കൊടുക്കുകയാണ്? ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്, ഒരു എന്താണ്, സംരക്ഷണം കൊടുക്കുകയാണ്. പിന്നെ എന്താണ്, നമ്മുടെ വീടിന്റെ ഷേപ്പ് തന്നെ മതിലുകളിലല്ലേ, അതായത് വോൾസിന്റെ ഇതിലാണല്ലേ വീടിന്റെ ഷേപ്പ് ഒക്കെ ഇതാക്കുന്നത്. ഇപ്പൊ പറയില്ലേ, നല്ല ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് വീടില്ല, അല്ലെ റെക്ടാംഗിൾ ഷേപ്പ്. ചില വീടുകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ഇങ്ങനെ ഒരു ഇറഗുലർ, ഒരു എന്താ, എങ്ങനെയൊക്കെയോ ഒരു പോളിഗോണൽ ഷേപ്പിലിരിക്കുന്ന വീടുകൾ, റൂംസുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ, ഷേപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സെല്ലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവര് തന്നെയാണ് എന്തും കൊടുക്കുന്നത്? സ്ട്രെങ്ത്തും കൊടുക്കുന്നത്. ആര്? സെൽ വോൾ ആണ് സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ, സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഒരു താങ് അല്ലെ, എന്തൊക്കെയോ ഒരു താങ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ പെട്ടെന്നുള്ള, ഇപ്പൊ നമുക്കറിയാലോ, പെട്ടെന്നുള്ള മഴ, പെട്ടെന്നുള്ള വെയില്, പെട്ടെന്നുള്ള എന്താ പറയാ ക്ലൈമാറ്റിക് ചേഞ്ചസുകളിൽ നിന്നൊക്കെയാണ് നമ്മുടെ വീട് സംരക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ പെട്ടെന്നുള്ള ബേർസ്റ്റിംഗ് എന്താണ്, സെൽസ് നശിയൽ, അല്ലെങ്കിൽ എന്താണ്, കൊളാപ്സിങ്, സെൽസുകൾ തമ്മിലുള്ള ഒരസൽ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന്, ബേർസ്റ്റിംഗിൽ നിന്നും ആൻഡ് കൊളാപ്സിൽ നിന്നൊക്കെ എന്ത് സഹായിക്കുന്നു? നമ്മുടെ സെൽ വോൾ ആരെ സഹായിക്കുന്നുണ്ട്? പ്രോകര്യോട്ടിക് സെൽസുകളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആര് ചെയ്യുന്ന ഫംഗ്ഷൻ? സെൽ വോൾ ചെയ്യുന്ന ഫംഗ്ഷൻ. ഇനി നോക്കിക്കേ, അടുത്ത ആളെ നമ്മൾ ആരാ പറഞ്ഞത്? നമ്മുടെ സെൽ മെമ്പറൈനെ പറഞ്ഞല്ലേ നമ്മള്. നോക്കിക്കേ, അടുത്ത ആളാരായിരുന്നു? സെൽ മെമ്പറൈൻ ആയിരുന്നു. ഏറ്റവും ഉള്ളിലത്തെ, വളരെ എന്താണ്, ഉള്ളിലെ പുത്രി അല്ലെ, ഏറ്റവും ഒടുക്കത്തെ പുത്രി. അപ്പോ ഈ പുത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സെൽ മെമ്പറൈന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, സെൽ മെമ്പറൈൻ ആണ്. നമുക്കറിയാം അല്ലെ, ഈ നമ്മള് എന്താ മറ്റേ നമ്മുടെ മുട്ടത്തോടിന്റെ ഉള്ളിലുള്ള മെമ്പറൈൻ വെച്ചിട്ടൊക്കെ നമ്മൾ കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. അവരെന്താണ്, സെമി പെർമിയബിൾ ആണ് അല്ലെ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവരും എന്താണ്, സെമി പെർമിയബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത്
നോക്കി ആവശ്യമുള്ളവരെ മാത്രം സെൽ വോള് കടത്തി വിട്ടാലും നമ്മുടെ സെൽ മെമ്പറൈൻ ഏറ്റവും ഇളയ പുത്രിയാണല്ലോ, അപ്പൊ അവർ അതിൻ്റെതായ കുറച്ച് ജാടയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവര് വിചാരിക്കണം ഇവരുടെ വീടിനകത്തോട്ട് ആരെങ്കിലും കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. സോ ദേ ആർ സെമി പെർമിയബിൾ. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരെ മാത്രം നോക്കി കടത്തിവിടുന്ന ഒരു സിലക്റ്റീവ്ലി പെർമിയബിൾ. അനിയത്തിയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇയാളെ കയറണമെന്ന് ഞാൻ ആലോചിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇത്ര അഹങ്കാര മോഡാണ് അവർക്ക് നമ്മുടെ സെൽ മെമ്പറൈൻ ആയിട്ടുള്ള ഏറ്റവും ഉള്ളിലത്തെ ഒടുക്കത്തെ പുത്രിക്ക് ഉള്ളത്. അപ്പൊ നോക്കിക്കേ, ദേ ആർ എന്താണ്, സെമി പെർമിയബിൾ, സിലക്റ്റീവ്ലി പെർമിയബിൾ ആണ് കേട്ടോ. ദേ ആർ സെലക്റ്റീവ്ലി സെമി പെർമിയബിൾ ആണ്. സിലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. സിലക്റ്റീവ്ലി പെർമിയബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ആര്, ഈ സെൽ മെമ്പറൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മള് എന്താ ഇപ്പൊ കണ്ടോണ്ടിരുന്നത്, നമ്മുടെ സെൽ എൻവലപ്പിന്റെ ഓരോ പാർട്സുകളാണ്. ഗ്ലൈക്കോകാലിക്സ്, സെൽ വോള്, സെൽ മെമ്പറൈൻ. ഈ 3 ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് എന്ത് ഉണ്ടാവുന്നത്, നമ്മുടെ സെൽ എൻവലപ്പ് ഉണ്ടാവുന്നത്. കണ്ടോ, സെൽ എൻവലപ്പ് ഉണ്ടാവുന്നത്. അതിൽ ഗ്ലൈക്കോകാലിക്സ് ക്യാപ്സ്യൂൾ ഫോമും ഉണ്ടാവും, സ്ലൈമി ലെയറും ഉണ്ടാവും. റിജിഡ് ആണെങ്കിൽ ക്യാപ്സ്യൂൾ, സോഫ്റ്റ് അല്ലെങ്കിൽ സ്ലൈമി, സ്മൂത്ത് ആണെങ്കിൽ എന്താ സ്ലൈമി ലെയറും ആയിരിക്കും. പിന്നെ സെൽ വോൾ എന്ന് പറയുമ്പോൾ ഷേപ്പ്, സ്ട്രെങ്ത്, സപ്പോർട്ട്, ബേസ്റ്റിംഗിൽ നിന്നും കൊളാപ്സിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നുണ്ട് സെല്ലിനെ. പിന്നെ എന്താ പ്ലാസ്മ മെമ്പറൈൻ ആണെങ്കിൽ സിലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പിന്നെ നമ്മൾ എന്തൊക്കെയാ കണ്ടത്, പിന്നെ നമ്മൾ പറഞ്ഞല്ലേ എന്താണ് ഇവരുടെ ഉള്ളില് ഒരു ദേ നോക്കിക്കേ, ഇവരുടെ ഉള്ളിൽ ഒരു ഇൻക്ലൂഷൻ ഉണ്ടല്ലേ, അവിടെ തന്നെ ഒരു ഇൻഫോൾഡിങ് ഉണ്ട്. അവരെ നമ്മൾ വിളിച്ച പേരെന്താണ്, മീസോസോം. ഓക്കെ, അപ്പൊ നമുക്ക് മീസോസോം നോക്കാം. ഓക്കെ, ഈ മീസോസോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മീസോസോം ഒന്നുകില് ഇപ്പൊ ഞാൻ ഉള്ളിലും മെമ്പറൈൻ മാത്രമല്ലേ ഉള്ളൂ, അവിടെ ചിലപ്പോൾ ഇവരൊരു വെസിക്കിൾ ഫോമിലാവാം, അല്ലെങ്കിൽ ഒരു ട്യൂബുലാർ ഫോമിലാകാം, അല്ലെങ്കിൽ ഒരു ഫിംബ്രിയെ ഫോമിലാവാം. ലാമെല്ലെ ഫോമില്. ഇങ്ങനെ 3 രീതിയിൽ എന്താവാം നമ്മുടെ മീസോസോംസുകൾ വരാം. ഇവർ 3 പേരും എന്താണ് മീസോസോംസുകളാണ്. ബോഡി നമ്മുടെ സെൽ മെമ്പറൈന്റെ ഇൻഫോൾഡിങ് ഇതൊക്കെ സെൽ മെമ്പറൈൻ തന്നെയല്ലേ. അത് എന്താണ് നമ്മുടെ വെസിക്കിൾ ഫോമിലാവാം, വെസിക്കിൾസുകളാകാം, ട്യൂബുലാർ ഫോം ആകാം, പിന്നെ എന്താവാം ലാമെല്ലെ ഫോമിലാകാം. ഇവരെല്ലാവരും എന്തിനാണ് സഹായിക്കുന്നത്, സെല്ലിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സെൽ വോളിന്റെ ഫോർമേഷനെയാണ് സഹായിക്കുന്നത്. ദേ ആർ ഹെൽപ്പിംഗ് സെൽ വോൾ ഫോർമേഷൻ. സെൽ വോളിന്റെ ഫോർമേഷനെയാണ് ഇവർ സഹായിക്കുന്നത്. സെൽ വോൾ ഫോർമേഷനെയാണ് ഇവർ സഹായിക്കുന്നത്. ഓക്കെ, പിന്നെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യം DNA റെപ്ലിക്കേഷൻ. അപ്പൊ ഇവരെന്തൊക്കെയാ ചെയ്യുന്നത്, ഇവർ ചെയ്യുന്ന ഫങ്ഷൻസ് മീസോസോം എന്തൊക്കെ ചെയ്യുന്നുണ്ട്, മീസോസോം ചെയ്യുന്നത് ഒന്ന് സെൽ വോൾ ഫോർമേഷൻ, സെൽ വോളിന്റെ ഫോർമേഷൻ. പിന്നെ എന്തിനു സഹായിക്കുന്നു, റെപ്ലിക്കേഷനെ സഹായിക്കുന്നു, DNA റെപ്ലിക്കേഷൻ. ഓക്കെ, പിന്നെ ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയോ, ഇവര് റെസ്പിറേഷനെയും സെക്രീഷനെയും ഇതൊക്കെ ഇൻഫോൾഡിങ് ആണ്. അതുകൊണ്ട് തന്നെ എന്തിനു സഹായിക്കും, പ്രധാനമായി മെയിൻ ആയിട്ട് സെക്രീഷൻ, അതുപോലെ തന്നെ റെസ്പിറേഷൻ. സെൽസുകൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ സഹായിക്കുന്നത് ഇവരാണ്. ആൻഡ് ഓൾസോ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മുടെ സെൽ മെമ്പറൈനിൽ ഇവരിങ്ങനെ ഓരോ മടക്കായിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സെൽ മെമ്പറൈനിൽ കണ്ടോ, ഇവിടെ പ്രത്യേകിച്ച് ചെറിയൊരു ഗ്രോത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവർ ഇത്രയും പരന്ന് നടക്കുക. അപ്പൊ അതിനർത്ഥം എന്താ, അവിടുത്തെ സർഫസ് ഏരിയ എന്താവുന്നുണ്ട്, കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ മീസോസോംസുകളുടെ ഫംഗ്ഷൻ ആണ് നമ്മൾ ഈ എന്താണ് പറഞ്ഞിരിക്കുന്നത്. സെൽ വോൾ ഫോർമേഷന്, DNA റെപ്ലിക്കേഷന്, സെക്രീഷന്, റെസ്പിറേഷന്, പിന്നെന്താ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതൊക്കെയാണ് മീസോസോമിന്റെ ഫങ്ഷൻസുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നോക്കിക്കേ, സൈനോബാക്ടീരിയ ബ്ലൂ ഗ്രീൻ അവരെ സംബന്ധിച്ച് അവർക്ക് വേറൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഇതുപോലെ സെൽ മെമ്പറൈൻ പോലെ തന്നെ നമ്മുടെ ആരാണ് സൈനോബാക്ടീരിയക്ക് സെൽ മെമ്പറൈൻ പോലെ തന്നെ നമ്മുടെ സൈറ്റോപ്ലാസം ഇല്ലേ, സൈറ്റോപ്ലാസത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അവിടെ ഒരു ആളുണ്ട്. അയാളാണ് ആര്, ക്രോമാറ്റോഫോർ. എന്താണ് ക്രോമാറ്റോഫോർ. ഈ ക്രോമാറ്റോഫോർ
ഉള്ളത് കൊണ്ട് സൈനോബാക്ടീരിയക്ക് എന്തിന്റെ എക്സ്റ്റൻഷൻ ആണ്? നമ്മുടെ സൈറ്റോപ്ലാസത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് കേട്ടോ. സൈറ്റോപ്ലാസത്തിന്റെ എക്സ്റ്റൻഷന്റെ ഭാഗമായിട്ട് സൈനോബാക്ടീരിയകൾക്ക് എന്തുണ്ട്? ക്രോമാറ്റോഫോറുകൾ ഉള്ളത്. ഓക്കെ, ജസ്റ്റ് ഒരു ആഡ് ഓൺ പോലെ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കേ നമ്മുടെ ബാക്ടീരിയ. ഓക്കെ, നമ്മുടെ ബാക്ടീരിയ രണ്ട് ടൈപ്പിൽ നമുക്ക് ബാക്ടീരിയ കാണാൻ പറ്റും. ബാക്ടീരിയ ക്യാൻ ബി ക്ലാസിഫൈഡ് അല്ലെങ്കിൽ സീൻ ആസ് ടു ടൈപ്പ്. ഒന്നെന്ന് പറഞ്ഞാൽ മോട്ടൈലും രണ്ടെന്ന് പറഞ്ഞാൽ നോൺ മോട്ടൈലും ആയിരിക്കും. നോൺ മോട്ടൈൽ. ഓക്കെ, മോട്ടൈലും നോൺ മോട്ടൈലും. മോട്ടൈൽ എന്ന് വെച്ചാൽ എന്താ? അനങ്ങുക, മൂവ്മെന്റ് അല്ലേ. അതേസമയം നോൺ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? അനങ്ങാത്തത്, മൂവ്മെന്റ് ഇല്ലാത്തത്. അപ്പൊ ഇവര് സഹായിക്കണമെങ്കിൽ നമ്മുടെ ബാക്ടീരിയക്ക് എന്ത് വേണം? നല്ല മുടി പോലെ നല്ല നീളത്തിലുള്ള ഒരാള് വേണം. അയാൾ ആരാണ്? നമ്മുടെ ഫ്ലെജെല്ല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഫ്ലെജെല്ലേനെ? ഇങ്ങനെ നല്ല വാല് പോലെ ഇരിക്കുന്ന ഒരാള്. ആക്ച്വലി നമ്മൾ നോക്കുമ്പോ ഈ ഫ്ലെജെല്ല ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മൊട്ടൈൽ ആവണമെങ്കിൽ എന്ത് വേണം? ഫ്ലെജെല്ല വേണം. ഈ ഫ്ലെജെല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുമ്പോ ഇതിങ്ങനെ വരക്കുള്ളൂ. പക്ഷെ ഫ്ലെജെല്ലക്ക് മെയിൻ ആയിട്ട് 3 ഭാഗങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ ബേസൽ ബോഡി, പിന്നെ അവർക്കൊരു ഹുക്ക് ഉണ്ട്, പിന്നെയാണ് എന്ത് വരുന്നത്? നമ്മുടെ വാല്, ശരിക്കുള്ള ഫ്ലെജെല്ല വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു ലോങ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ആളുണ്ട്. അയാളാണ് ആക്ച്വലി നമ്മുടെ ഫിലമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫിലമെന്റ്. ശരിക്കും ഈ ഫിലമെന്റ് മാത്രമാണ് നമ്മൾ എപ്പോഴും വരയ്ക്കുന്നത്. പക്ഷെ കൂടാതെ ആരുണ്ട്? ഒരു ബേസൽ ബോഡി ഉണ്ട്. പിന്നെ ആ ബേസൽ ബോഡീനെ ഈ ഫിലമെന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഹുക്ക് ഉണ്ട്. എന്താണ്? ഒരു ഹുക്ക്. ഓക്കെ, അപ്പൊ ഈ 3 ആൾക്കാർ, 3 ബോഡി പാർട്സുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു ഫ്ലെജെല്ല ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, വേറെ 2 ആൾക്കാർ ഇനിയുണ്ട് നമ്മുടെ. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊക്കറിയോട്ടിക് സെൽസുകളിലുള്ള സർഫസ് സർഫസിൽ കാണപ്പെടുന്ന കുറച്ച് ബോഡി പാർട്സുകളാണ് അല്ലെങ്കിൽ ഓർഗനൽസുകളാണ്. സർഫസിൽ കാണപ്പെടുന്ന കുറച്ച് ആൾക്കാരാണ് ആര്? ഈ ഫ്ലെജെല്ല. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റാൾക്കാരും. അപ്പോ മീസോസോംസുകളൊക്കെ എന്തായിരുന്നു? സെൽസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ആൾക്കാരാ. ഇനി സെല്ലിന്റെ സർഫസ് ഏരിയയില് നമ്മുടെ സെല്ലിന്റെ കണ്ടോ, ഇതിപ്പോ ഉള്ളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മുടെ സെല്ലിന്റെ സർഫസ് ഏരിയകളിൽ കാണപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ആളെയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ബേസൽ പാർട്ടും ഹുക്കും പിന്നെ ഫിലമെന്റും ഉള്ള നമ്മുടെ ഫ്ലെജെല്ലേനെ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഒരാളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അയാളാണ് ആര്? പിലി. എന്താണ്? പിലി. പിലി എന്ന് പറഞ്ഞാല് വളരെ ലോങ് ആയിട്ട് ഒരു ട്യൂബ്യൂൾ സ്ട്രക്ചർ ഉള്ള ഒരാൾക്കാരായിരിക്കും ആര്? പിലി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇവരെ സംബന്ധിച്ച് ഇവരൊരു ട്യൂബുലാർ സ്ട്രക്ചർ ആണ്. ആൻഡ് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് എ സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ. ആൻഡ് ഇവർ സഹായിക്കുന്നത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അടുത്ത ആളെ ആരാണ്? നമ്മൾ പറഞ്ഞ ഫ്ലെജെല്ല കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞത് ആരെയാണ്? പിലി. എന്താണ്? പിലി. ഫിലമെന്റ് എന്തിനാ അപ്പൊ സഹായിക്കുന്നത്? ഫിലമെന്റ് നമ്മുടെ ബാക്ടീരിയയുടെ മൂവ്മെന്റിനെ സഹായിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പൊ ഫ്ലെജെല്ല ഇല്ലാത്ത ആൾക്കാര് നോൺ മോട്ടൈല്, ഫ്ലെജെല്ല ഉള്ളവര് മോട്ടൈല്. ഇനി നോക്കിക്കേ, നമ്മൾ ഇപ്പൊ പറഞ്ഞ ആൾക്കാർ ആരായിരുന്നു? പിലി. പിലിന്റെ പ്രത്യേകത എന്താ? അവരെന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ടുള്ള ട്യൂബുലാർ സ്ട്രക്ചേഴ്സുകളാണ്. ഇവര് എങ്ങനെ ഇരിക്കുന്നത്? ഇവരിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇരിക്കും. ട്യൂബുലാർ സ്ട്രക്ചർ ആണ്. ആൻഡ് ഇവര് മെയ്ഡ് അപ്പ് ഓഫ് എ പ്രോട്ടീൻ വെച്ചിട്ടാണ്. പ്രോട്ടീൻ മെയ്ഡ് ആണ്. ആൻഡ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? റീപ്രൊഡക്ഷൻ ആണ് ഇവരുടെ ഫംഗ്ഷൻ. റീപ്രൊഡക്ഷൻ. ഓക്കെ, റീപ്രൊഡക്ഷനെയാണ് ഇവര് സഹായിക്കുന്നത്. ആര്? പിലി സഹായിക്കുന്നത്. ഇനി മറ്റൊരു ബാക്ടീരിയൽ സർഫസിൽ കാണപ്പെടുന്ന വേറൊരാളാണ് ആര്? ഫിംബ്രിയെ. എന്താണ്? ഫിംബ്രിയെ. നമ്മുടെ ഈ സെൽ വോളിന്റെ സർഫസിലായിട്ട് ഇങ്ങനെ നമ്മുടെ ബ്രഷിന്റെ ഒക്കെ ബ്രിസ്റ്റൽസ് പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുണ്ട്. അയാളാണ് ആര്? ഫിംബ്രിയെ. എല്ലാം കൂടി വരയ്ക്കുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? കളർ മാറ്റണോ? ഇത് പിലി. അയ്യോ, ഇങ്ങനെ വരില്ലേ? അയ്യോ. ഓക്കെ, ശരിയായോ? ശരിയായി. ഓക്കെ, ഇത് പിലി, പിന്നെ ഇത് ഫിംബ്രിയെ,
മഞ്ഞ കളർ ഫിംബ്രിയെ. ഇത് നമ്മുടെ ഫിലമെന്റ്. ഫിലമെന്റ് എന്തിനാ? മൂവ്മെന്റിന്. എന്താണ്? പില എന്തിനു വേണ്ടിയിട്ടാ? റീപ്രൊഡക്ഷൻ. ആൻഡ് പുതിയ ആളാണ് ആര്? ഫിംബ്രിയെ. ഫിംബ്രിയെ എന്ന് പറയുമ്പോ ഫിംബ്രിയ ഈസ് ഹെൽപ്പിംഗ് ഫോർ ഓക്കെ, ബ്ലൂ കാണാൻ പറ്റില്ല, വൈറ്റ് ഇടാം. ഓക്കെ, അയ്യോ ഓക്കെ. ഫിംബ്രിയെ ആരാണ്? ഫിംബ്രിയെ. ഫിംബ്രിയെ എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രഷിന്റെ ബ്രിസ്റ്റേഴ്സ് പോലെ ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ്. അവരെന്തിനു വേണ്ടിയിട്ടാന്ന് അറിയോ? അവര് നമ്മൾ ഈ ബാക്ടീരിയാസുകളൊക്കെ പാറയിലൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരിലൊക്കെ എത്തുമ്പോൾ അവിടെ പറ്റിപ്പിടിച്ചിരിക്കാൻ, അപ്പൊ എന്താണ്, അവർക്ക് അവിടെ ഒരു സ്റ്റേ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫംഗ്ഷൻ ആണ് ആർക്കുള്ളത്? നമ്മുടെ ഫിംബ്രിയക്കുള്ളത്. ഫിംബ്രിയ എങ്ങനെ ഇരിക്കുന്ന? ബ്രഷ് ലൈക്ക് ബ്രിസ്റ്റിൽസുകൾ പോലെ, ബ്രഷിന്റെ ബ്രിസ്റ്റിലുകൾ പോലെയാണ് ഇവർ കാണപ്പെടുന്നത്. അവരുടെ ഫംഗ്ഷൻ എന്താ? അറ്റാച്ച്മെന്റ് ആണ്. പിലിയുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? പിലിയുടെ ഫംഗ്ഷൻ റീപ്രൊഡക്ഷൻ ആയിരുന്നു. നമ്മുടെ ഫ്ലജല്ലയുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? മൂവ്മെന്റിനെ സഹായിക്കുന്നതായിരുന്നു. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത്രയുമാണ് എന്ത്? നമ്മുടെ ഒരു സെല്ലിന്റെ എവിടെ കാണുന്ന സർഫേസിൽ കാണപ്പെടുന്ന ആൾക്കാര് 3 പേരുണ്ട് അല്ലെ? ഫിലമെന്റ് ഉണ്ട്, നമ്മുടെ ഫ്ലജല്ല ഉണ്ട്, ഫിംബ്രിയ ഉണ്ട്, അതുപോലെ പിലിയ ഉണ്ട്. ഫ്ലജല്ല, ഫിംബ്രിയെ, പിന്നെ നമ്മുടെ പിലി അല്ലെ? ഇത്രയും പേരാണല്ലേ ഉള്ളത്. ഇനി നോക്കിക്കേ, ഇനി നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. ഒരു സെല്ലിന്റെ സെന്റർ പാർട്ട് അല്ലെങ്കിൽ തലസ്ഥാനം എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട്. അയാള് ഇങ്ങനെ രണ്ട് ബൺ അല്ലെങ്കിൽ 2 പെബിൾസ് വെച്ചിരിക്കുന്ന പോലത്തെ ഒരാളുണ്ട്. അയാളാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഹീസ് ദ പേഴ്സൺ. ആളല്ല, ഒരു മനുഷ്യൻ അല്ല, ഒരു തിങ്. ഓക്കെ, അടുത്തൊരു സെൽ ഓർഗൻ അല്ലല്ല, നമ്മുടെ സെല്ലിൽ കാണപ്പെടുന്ന, നമ്മുടെ പ്രോക്കരിയോട്ടിക് സെൽസുകളിൽ കാണപ്പെടുന്ന ഒരാളുണ്ട്. അയാളാണ് ആര്? റൈബോസോം. എന്താണ്? റൈബോസോം. ഇവരാണ് ഒരു സെല്ലിന്റെ എല്ലാ ഫങ്ഷൻസുകളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എല്ലാത്തിനെയും സമ്മപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളാണ്. അദ്ദേഹം നമ്മുടെ പ്ലാസ്മ മെമ്പറൈൻ, അതായത് നമ്മുടെ സെൽ മെമ്പറൈൻ ഇല്ലേ, നമ്മുടെ ഈ സെൽ മെമ്പറൈൻ ഇല്ലേ, ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്തായിരിക്കും ഇവരെപ്പോഴും, അതായത് ഇതേക്കൊണ്ടോ, ഇവരായിട്ട് അസോസിയേറ്റഡ് ആയിട്ടായിരിക്കും ആരിയ്ക്കുക എപ്പോഴും? നമ്മുടെ റൈബോസോം ഇരിക്കുക. റൈബോസോം ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. നമ്മുടെ സെൽ മെമ്പറൈൻ ആയിട്ട് ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാവും. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ, നിങ്ങൾക്ക് കുറെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ നമ്മുടെ സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ ആയിട്ട് ഒരു അസോസിയേറ്റഡ് ഫോമിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും ആര്? നമ്മുടെ റൈബോസോം എന്ന് വിളിക്കുന്നത്. റൈബോസോം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും ആൾക്കാരാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? പ്രോകരിയോട്ടിക് സെല്ലില് പഠിക്കാനുള്ള. ഇനിയുണ്ട് ആൾക്കാർ, ഇനിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ദേ ആർ അസോസിയേറ്റഡ് വിത്ത് പ്ലാസ്മ മെമ്പറൈൻ. ഓക്കെ, പ്ലാസ്മ മെമ്പറൈൻ ആയിട്ട് ഇവര് അസോസിയേറ്റഡ് ആണ്. ആൻഡ് ഇവർക്ക് രണ്ട് ബണ്ണ് വെക്കുന്ന അല്ലെങ്കിൽ പെബിൾസ് വെക്കുന്ന പോലെ എന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഓരോ സബ് യൂണിറ്റ്സുകളാണ്. അതിൽ ഒരാളെ നമ്മൾ 30A സബ് യൂണിറ്റും ഒരാളെ നമ്മൾ 50A സബ് യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇവരുടെ ടോട്ടൽ അപ്പൊ നിങ്ങൾ പറയും 80 അല്ല, ഇവരുടെ ടോട്ടൽ സബ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 70S ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനുണ്ട്, അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ്സ് ജസ്റ്റ് എൻ സബ് യൂണിറ്റ് ആണ്, ഇതൊരിക്കലും അതിന്റെ സമ്മപ്പ് ഫോം അല്ല. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവരുടെ ഫംഗ്ഷൻ, പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ mRNA ഇല്ലേ, മെസഞ്ചർ RNA ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് പോളി റൈബോസോംസുകൾ ഫോം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇതില്ലേ DNA മെസ്സേജ് ട്രാൻസ്ഫറിങ് ആണ് ഇവര് മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രോട്ടീനുകളെ പ്രൊഡ്യൂസ് ചെയ്യുക. mRNAയിൽ നിന്നും അവിടെ നമ്മുടെ റൈബോസോം നമ്മുടെ mRNAയിൽ നിന്നും മെസഞ്ചർ RNA ത്രൂ നമുക്ക് പ്രോട്ടീൻ സിന്തസിസിങ് ആണ് ആരുടെ പ്രധാന ഫംഗ്ഷൻ? നമ്മുടെ റൈബോസോമിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ബോഡി കാണപ്പെടുന്ന മറ്റു കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് ഇൻക്ലൂഷൻ ബോഡീസ്. എന്താണ് ഇൻക്ലൂഷൻ ബോഡീസ്? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി
അവരെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇൻക്ലൂഷൻ ബോഡി നോക്കാം കേട്ടോ. ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാല് റിസർവ് മെറ്റീരിയൽസ്, അതായത് നമ്മൾ ഇത്രയും നേരം കണ്ട ആൾക്കാരല്ലാതെ മറ്റു കുറച്ച് മെറ്റീരിയൽസുകൾ നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇൻക്ലൂഷൻ ബോഡി? കളർ മാറ്റട്ടെ. ഇൻക്ലൂഷൻ ബോഡീസ്. ഓക്കെ, ഈ ഇൻക്ലൂഷൻ ബോഡീസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എന്താണ്? ഇവരിൽ പ്രത്യേകമായിട്ട് മെറ്റീരിയൽസുകൾ റിസർവ് ചെയ്ത് വെക്കുവാണ്. മെറ്റീരിയൽസ് ഗെറ്റ് റിസർവ്ഡ് ഹിയർ. ഇവിടെയാണ് മറ്റ് സാധനങ്ങൾ എന്താണ് റിസർവ് ചെയ്ത് വെക്കുന്നത്. റിസർവ് മെറ്റീരിയൽസുകൾ വെക്കാനുള്ള സ്ഥലമാണ് നമ്മുടെ പ്രോക്കറിയോട്ടിക് സെൽസുകളുടെ സ്ഥലമാണ് ഇൻക്ലൂഷൻ ബോഡീസുകൾ എന്ന് വിളിക്കുന്നത്. ഇവർക്ക് എന്തില്ല? ദേ ആർ നോട്ട് ബൗണ്ടഡ് ബൈ എ മെമ്പറൈൻ സിസ്റ്റം. ഈ ഇൻക്ലൂഷൻ ബോഡീസുകൾക്ക്, സെൽസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഇൻക്ലൂഷൻ ബോഡീസുകൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ദേ ഹാവ് നോ എന്തില്ല? ഒരു മെമ്പറൈൻ ബൗണ്ടിങ് അവിടെ ഉണ്ടാവത്തില്ല. എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്, അതായത് ഇൻക്ലൂഷൻ ബോഡീസിൽ വരുന്ന ആൾക്കാരാണ് കൂടുതലും ഗ്രാന്യൂൾസുകളാണ്. അതാണ് ഞാൻ ഇങ്ങനെ കുത്തു വരച്ചത്. ഒരു സെല്ലിന്റെ ഉള്ളിൽ ഇങ്ങനെ കൂടുതലും ഗ്രാന്യൂൾസുകൾ ഇങ്ങനെ കുത്തു ആൾക്കാരായിട്ട് ഇരിക്കുന്നവരായിരിക്കും. എക്സാമ്പിള് ഫോസ്ഫേറ്റ്, അതുപോലെ തന്നെ സൈനോഫിയൻ ഗ്രാന്യൂൾസുകളാണ് ഇവരൊക്കെ. സൈനോഫിയൻ ഗ്രാന്യൂൾസ്. പിന്നെ ഉള്ളത് നമ്മുടെ ഗ്ലൈക്കോജൻ ഗ്യാസ് വാക്യൂൾസുകളൊക്കെ ഉണ്ടാവുക. മൂന്ന്. ഓക്കെ, പിന്നെ എന്താ? ഗ്യാസ് വാക്യൂൾസുകൾ ഉണ്ടാവും. പിന്നെ ആരുണ്ടാവും? ഗ്ലൈക്കോജൻ. ഇത്രയും ആൾക്കാരാണ് പൊതുവെ നമ്മുടെ ഇൻക്ലൂഷൻ ബോഡീസുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റിസർവ് മെറ്റീരിയൽസുകളിൽ വരുന്നത്. ആരൊക്കെയാണ്? ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസുകൾ ഉണ്ടാവും, പിന്നെ സൈനോഫിയൻ ഉണ്ടാവും, ഗ്യാസ് വാക്യൂൾസുകൾ ഉണ്ടാവും, ഗ്ലൈക്കോജൻ ഉണ്ടാവും. ഓക്കെ, ഇനി ഇവര് പൊതുവെ ഈ ഇൻക്ലൂഷൻ ബോഡീസുകൾ പൊതുവെ കാണപ്പെടുന്ന ഓർഗാനിസംസുകളാണ്. ആരൊക്കെ? ഓർഗാനിസംസുകളാണ് നമ്മുടെ സൈനോബാക്ടീരിയ, അതായത് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഓക്കെ, സൈനോബാക്ടീരിയ, അതുപോലെ തന്നെ പർപ്പിൾ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, പിന്നെ ഒരു ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ഓക്കെ, ഈ മൂന്നാൾക്കാരിലാണ് മെയിൻ ആയിട്ട് എന്തൊക്കെ കാണുന്നത്? നമ്മുടെ ഇൻക്ലൂഷൻ ബോഡീസുകൾ, അതായത് നമ്മുടെ ഗ്രാന്യൂൾസുകൾ, അതുപോലെ ഗ്യാസ് വാക്യൂൾസുകൾ, ഗ്ലൈക്കോജൻ ഒക്കെ കാണുന്നത് ആരിലായിരിക്കും? ഈ മൂന്നാൾക്കാരിലായിരിക്കും കൂടുതലായിട്ട് ഈ ഇൻക്ലൂഷൻ ബോഡീസ് പ്രസന്റബിൾ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രോക്കറിയോട്ടിക് സെല്ലിനെ പറ്റി പറയാനുള്ളത്. നോക്കിക്കേ, പ്രോക്കറിയോട്ടിക് സെൽസിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? പ്രോക്കറിയോട്ടിക് സെൽസുകളിൽ ആ സ്ട്രക്ചർ മാത്രം ഞാൻ കാണിച്ചു തരാം, അല്ലെ നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അതായത് നോക്കിക്കേ, ആദ്യമായിട്ട് നമുക്ക് ആരുണ്ടായിരുന്നു? ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ ഫുൾ കൺഫ്യൂഷൻ ആവും അല്ലെ? ഓക്കെ, കാര്യം ചെയ്യാം, നമുക്ക് ഇവരൊന്നും കൂടെ വരച്ചു പഠിക്കാം. ഇവരെല്ലാരും മാറിപ്പോക്കോളൂ. ചെറുതാകടാ. ഓക്കെ, ചെറുതായ അവര്, ടെൻഷൻ അടിക്കണ്ട കേട്ടോ, അവര് ചെറുതായേ. ഓക്കെ, നോക്കിക്കേ, ആദ്യമേ നമുക്ക് ആരുണ്ടായിരുന്നു? നമ്മുടെ സെൽ എൻവലപ്പ് 3 ലെയേർഡ് ആയിട്ടുള്ള ഗ്ലൈക്കോകാലിക്സ്, അതുപോലെ തന്നെ ആരൊക്കെയായിരുന്നു? ഗ്ലൈക്കോകാലിക്സ്, സെൽ മെംബ്രെയിൻ, സെൽ വോൾ ഉള്ള ഒരു ഭംഗിയായില്ല. ഓക്കെ, ഗ്ലൈക്കോകാലിക്സ്, സെൽ വോൾ, സെൽ മെംബ്രെയിൻ ഉള്ള 3 ലെയേർഡ് ആയിട്ടുള്ള സെൽ എൻവലപ്പ് നമ്മൾ കണ്ടു. പിന്നെ എന്ത് കണ്ടു? പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു മടക്കലിനെ കണ്ടല്ലേ? നമ്മുടെ സെൽ മെംബ്രെയിന് ഒരു ചെറിയൊരു മടക്കലുണ്ട്. അത് എന്താണ്? വെസിക്കിൾസ് ആവാം, ട്യൂബുലാർ ആവാം, പിന്നെ എന്താ ലാമെല്ല ആകാം. അവരെ നമ്മൾ എന്ത് വിളിച്ചു? മീസോസോംസുകൾ എന്ന് വിളിച്ചു. പിന്നെ നമ്മൾ ആരെയൊക്കെ കണ്ടു? പിന്നെ നമ്മൾ ഇവിടെ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആരാണ്? നമ്മുടെ DNA. അത് ഡെൻസ്ഡ് ഫോർമായിട്ടുള്ള
ന്യൂക്ലിയസിനെ കണ്ടു, പിന്നെ നമ്മൾ ഇവരെ എന്ത് വിളിച്ചു, DNA അല്ലെ, നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിനെ കണ്ടു, പിന്നെ നമ്മൾ ആരെ കണ്ടു, നമ്മുടെ മാട്രിക്സ് ആയിട്ടുള്ള നമ്മുടെ മെയിൻ ആളായിട്ടുള്ള ആരാണ്, നമ്മുടെ നമ്മുടെ സൈറ്റോപ്ലാസത്തിനെ കണ്ടു അല്ലേ, സൈറ്റോപ്ലാസത്തിനെ കണ്ടു, പിന്നെ നമ്മൾ ആരെ കണ്ടു, മീസോസോം നമ്മൾ ഓൾറെഡി പറഞ്ഞു, മീസോസോം ഉണ്ട്, പിന്നെ ആരുണ്ട്, പിന്നെ ഉള്ളിൽ വരുന്ന വേറൊരാളാരായിരുന്നു, ഒരു എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞു, അവരെ നമ്മൾ പ്ലാസ്മിഡ് എന്ന് വിളിച്ചായിരുന്നു, പ്ലാസ്മിഡ് അല്ലെ. പിന്നെ നമ്മൾ ആരെ കണ്ടു, പിന്നെ നമ്മൾ പുറമെ സർഫസിലുള്ള 3 ആൾക്കാരെ കണ്ടല്ലേ, ഇങ്ങനെ ബ്രഷിന്റെ ബ്രിസ്റ്റൽസ് പോലെ ഇരിക്കുന്ന ഫിംബ്രിയനെ കണ്ടു, പിന്നെ 3 പാർട്സുകളുള്ള എന്താണ് ബേസൽ ബോഡിയും ഹുക്കും ഫിലമെന്റും ഉള്ള ഫ്ലെജല്ലേനെ കണ്ടു, പിന്നെ എന്താ ട്യൂബുലാർ സ്ട്രക്ചർ ആയിട്ടുള്ള പിലി റിപ്രൊഡക്ഷനെ സഹായിക്കുന്ന ആളെ കണ്ടു, ഫിംബ്രി എന്തിനെ സഹായിക്കുന്നു, അറ്റാച്ച്മെന്റിന്, ഇവരെന്തിനെ സഹായിക്കുന്നു, ബാക്ടീരിയയുടെ മൂവ്മെന്റിനെ സഹായിക്കുന്നു. ഇത്ര ആൾക്കാരെ കണ്ടു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള റൈബോസോം, 2 സബ് യൂണിറ്റ്സുകളുള്ള 70S ആയിട്ടുള്ള റൈബോസോമിനെ നമ്മൾ കണ്ടു. ഇത്രയും ആൾക്കാരെ ആയിരുന്നു നമ്മൾ എവിടെ കണ്ടത്, നമ്മുടെ പ്രോക്കറിയോട്ടിക് സെല്ലിൽ നമ്മൾ കണ്ടത്. കൂടാതെ ഒരു ഇൻക്ലൂഷൻ ബോഡി, ഒരു റിസർവ് മെറ്റീരിയൽ അവിടെ ഉണ്ടാവും. അത് മേ ബി എന്തൊക്കെ ആയിരിക്കാം, കൂടുതലും ഗ്രാന്യൂൾസ്, ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്, പിന്നെ എന്താ സൈനോഫിയൻ ഗ്രാന്യൂൾസ്, ഗ്യാസ് വാക്സ്യൂൾസ്, അതുമല്ലെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഗ്ലൈക്കോജൻ ആയിരിക്കും. ഇത് പൊതുവെ കാണപ്പെടുന്ന ആൾക്കാരാണ് ആര്, നമ്മുടെ സൈനോ ബാക്ടീരിയ, പർപ്പിൾ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. അങ്ങനെ നമ്മുടെ പ്രൊക്കറിയോട്ടിക് സെല്ല് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ആര്, യൂക്കറിയോട്ടിക്. ഇത് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്രീഫ് ആയിട്ട് പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് പറയാം, യൂക്കറിയോട്ടിക് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂക്കറിയോട്ടിക് സെൽസ് എന്ന് പറയുമ്പോഴേക്കും അവരിൽ വരുന്ന പ്രധാന മെമ്പേഴ്സ് ആരൊക്കെയാണ്, പ്രൊട്ടിസ്റ്റ അല്ലെ, പ്രൊട്ടിസ്റ്റ്, പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ ആനിമൽസ്, പിന്നെ പ്ലാന്റ്സ്, പിന്നെ ഫംഗി, നമ്മുടെ ഫംജൈ. ഇത്രയും ആൾക്കാരാണ് എവിടെ വരുന്നത്, നമ്മുടെ യൂക്കറിയോട്ടിക് സെൽസുകളിൽ വരുന്നത്. ഇവർക്ക് എന്താണ് പ്രോക്കറിയോട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ദേ ഹാവ് ലോക്കോമോട്ടറി, അതായത് മറ്റേ ബാക്ടീരിയ എങ്ങനെയാ മൂവ് ചെയ്യുന്നുള്ളൂ, പക്ഷെ നമ്മ എന്താ ലോക്കോമോഷൻ നടത്തുക, നമ്മ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. സോ നമ്മളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, യൂക്കറിയോട്ടിക് സെൽസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന് എക്സ്ട്രാ ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ലോക്കോമോഷൻ, പിന്നെ വേറൊരു പ്രത്യേകത എന്താണ്, സൈറ്റോസ്കെലിട്ടൺ. ഇവർക്ക് ഈ പറയുന്ന സ്കെൽട്ടനും ഒന്ന് ആലോചിച്ച് ബാക്ടീരിയക്ക് സ്കെൽട്ടൺ അല്ലെങ്കിലുള്ള അവസ്ഥ ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മുടെ എവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നാലോ. ഓക്കെ, അപ്പൊ ഇതുവരെ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ സൈറ്റോസ്കെൽട്ടനും അതുപോലെ തന്നെ ലൊക്കോമോഷനും, ഈ 2 കാര്യങ്ങളാണ് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ആർക്കുള്ളത്, നമ്മ യൂക്കറിയോട്ടിക് സെൽസുകൾക്കുള്ളത്. ആൻഡ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഇവരുടെ കേസിൽ എന്തിങ്ങനെ ജസ്റ്റ് ചുറ്റിപ്പളഞ്ഞിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സെൽസിന്റെ പ്രോക്കറിയോട്ടിക് സെൽസിൽ ഈ ജനറ്റിക് മെറ്റീരിയൽ ഡെൻസി ഫോം ആയിട്ടുള്ള ആള് പിന്നീട് എന്തായി മാറുന്നുണ്ട്, ക്രോമസോം, ഈ ബട്ടർഫ്ലൈ സ്ട്രക്ചർ ഒക്കെ ഓർക്കുന്നില്ലേ, ഇവരായിട്ട് മാറുന്നുണ്ട്. ഇത്രയുമാണ് എന്ത് നമ്മുടെ യൂക്കറിയോട്ടിന്റെയും പ്രത്യേകത. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ ബൈ ബൈ, താങ്ക് യു.